ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആനീലശ്ലഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ശ്രീ ധന്വന്തരമൂർത്തയേ നമഃ. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമഃ ശിവായ. ഹര ഹര പാർവതീപതയേ ഹര ഹര മഹാദേവ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖജനതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. നാരായണീയമാം ഭക്തിജ്ഞാനവൈരാഗ്യദീപമേ മായാ മഹാന്ധകാരത്തിൻ തേജസ്സേ പ്രണമിപ്പു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമഃ ശിവായ. ശ്രീ മഹാദേവിയൈ നമഃ. ഹരേ ഗുരുവായൂരപ്പ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ പ്രത്യേകം വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. ഇന്ന് ഇവിടെ വന്നെത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതിന് ഞാൻ ഭാഗവത സത്രഭാരവാഹികളോട് എൻ്റെ അഗായിതവുമായ നന്ദി ആദ്യം തന്നെ പറയട്ടെ. എല്ലാ ഭക്തജനങ്ങളെയും ഗുരുക്കന്മാരുടെയും ഗുരുസ്ഥാനീയരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് എനിക്കിവിടെ ചിന്തിക്കാനുള്ള വിഷയം ശ്രീമന്നാരായണീയമാണ്. നാരായണീയം എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ളൊരു ഭഗവാനെ ഭജിക്കാനുള്ളൊരു ഉപാസനയായിട്ട് നാരായണത്തെ ഭജിക്കുന്ന ഒരാൾ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പരിചിതമാണ് നാരായണീയം.
അങ്ങനെയുള്ളൊരു അത് ഭാഗവത സാരാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നാരായണീയവും ഒരു വലിയ സാഗരമാണ്. അതിനെക്കുറിച്ച് എനിക്ക് എന്ത് പറയാനാകും ചെറിയ സമയത്തെന്ന് എനിക്ക് അറിയില്ല. വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എല്ലാം ഉൾക്കൊള്ളുന്ന നാരായണീയത്തെ നമുക്ക് സാധാരണഗതിയിലൊന്ന് ചിന്തിക്കാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് പോകാനുള്ള അറിവോ മറ്റൊന്നും എനിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഭക്തജനങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം, എൻ്റെ തെറ്റുകൾ പൊറുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണീയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നാരായണീയം ഭാഗവതത്തിൻ്റെ സാരമാണ്. അത് ഭട്ടതിരിപ്പാട് ഗുരുവായൂരമ്പലത്തിൽ വന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് അവിടെ 100 ദിവസം താമസിച്ച് ഭഗവാനെ ഭജിക്കുന്നതോടൊപ്പം ഭാഗവതത്തെ അദ്ദേഹം സംഗ്രഹിച്ച് കുറേ ദശകങ്ങളായിട്ട് ശ്ലോകങ്ങളായിട്ട് എഴുതി ഗുരുവായൂരപ്പൻ സമർപ്പിച്ചതാണ്. നമുക്ക് വളരെ അതിശയം തോന്നും. ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു ഭാഗവത പുരാണത്തെ 18,000 ശ്ലോകങ്ങളുള്ളൊരു പുരാണത്തെ, അതോ ദശലക്ഷണങ്ങളൊത്ത പുരാണത്തെ എങ്ങനെയാണ് അദ്ദേഹം ഈ 100 ദശകങ്ങളിൽ ചുരുക്കി എഴുതിയതെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇത്ര മധുരമായിട്ടൊരു എന്താ പറയുക നിവേദ്യം ഗുരുവായൂരപ്പന് ആദ്യമായിട്ട് സമർപ്പിച്ചത് ഭട്ടതിരിപ്പാടായിരിക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭാഗവതത്തിനെ അദ്ദേഹം കടഞ്ഞങ്ങ് എടുത്തു. ഈ 18,000 ശ്ലോകങ്ങളെയും കടഞ്ഞ് അതിൻ്റെ അമൃതമായിട്ടുള്ള ആ വെണ്ണ, ആ നവനീതത്തെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഭക്തിരസം കലർത്തി ഗുരുവായൂരപ്പൻ അങ്ങനെ നിവേദിച്ചു. അപ്പോൾ ഭഗവാനത് ഇഷ്ടപ്പെടാതിരിക്കുമോ? അത് കൂടുതൽ ഭക്തിരസത്തിൻ്റെ ആ മധുരം കൂടി ചേർന്നപ്പോൾ ഭഗവാനത് സ്വീകരിച്ചെന്ന് മാത്രമോ? അദ്ദേഹത്തിൻ്റെ ചോദിച്ചതും ചോദിക്കാത്തതും കൊടുക്കുന്ന ആ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് രോഗം മാറ്റി, അദ്ദേഹത്തിന് എന്താ പറയുക ആയുരാരോഗ്യ സൗഖ്യം കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ ഒരു സ്ഥാനം ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണിപ്പോൾ. നമ്മൾ ആരും ആണെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴാൻ ചെല്ലുമ്പോൾ അവിടെ ഭട്ടതിരിപ്പാട്ടിനെ തൊഴാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് നാരായണീയം ദശകങ്ങൾ ചൊല്ലാതെ സാധിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ചൊല്ലിപ്പോകും, സന്ദ്രാനന്ദാവബോധാത്മകം എന്നങ്ങോട്ട് ചൊല്ലിപ്പോകും നമ്മൾ. അത്രയും ഭക്തിരസം കലർത്തി ഭഗവാനെ നേദിച്ച ആ നവനീതമാണ് ഈ നാരായണീയമെന്ന് നമുക്ക് പറയാം. അപ്പോൾ നാരായണീയം ഇങ്ങനെ രചിക്കണമെന്ന് ഭട്ടതിരിപ്പാട് നേരത്തെ വിചാരിച്ചുവോ? അങ്ങനെയൊന്നും അദ്ദേഹം നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. അതിന് കാരണമായത് അദ്ദേഹത്തിന് നമുക്കറിയാം, എൻ്റെ ചരിത്രം അറിയാം. അദ്ദേഹത്തിന് വന്നുപെട്ട വാതരോഗമാണ്. ചെറുപ്പത്തിൽ തന്നെ നല്ല പാണ്ഡിത്യമൊക്കെ നേടിയ ഭട്ടതിരിപ്പാടിന് അദ്ദേഹം സാമ്പ്രദായികമായിട്ടുള്ള ശിക്ഷണമൊക്കെ കിട്ടി. കഴിഞ്ഞ് അദ്ദേഹം വ്യാകരണം മറ്റെല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും അദ്ദേഹം പഠിച്ചു, പുരാണേതിഹാസങ്ങളെല്ലാം പഠിച്ചു. അങ്ങനെ അദ്ദേഹം പ്രബന്ധങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി, കാവ്യരചന തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള കുറേ കഴിവുകളുണ്ട്. അതൊക്കെ അദ്ദേഹം പ്രയോഗിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഭഗവാൻ അദ്ദേഹത്തിനൊരു വാതരോഗം പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് വിചാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യാതൊരു വഴിയില്ല ഇനി ഭഗവാനെ ഭജിക്കുകയല്ലാണ്ട് മറ്റൊരു മാർഗ്ഗമില്ല. ഇനി ഈ രോഗശമനത്തിന് മറ്റൊന്നുമില്ല എന്ന് ഒരു ഗുരുക്കന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഗുരുക്കന്മാരെ വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂർ ഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന് മനസ്സർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവായൂരേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ രോഗം വന്നത് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പോൾ ഏതായാലും അദ്ദേഹം ഗുരുവായൂർ അങ്ങനെ ഭജിക്കാൻ വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അപ്പോൾ വിചാരിച്ചത് എന്താണ്? എനിക്ക് ഭാഗവതം കൊണ്ട് ഭഗവാനെ ഭജിക്കണം എന്നാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അറിയുന്ന ആൾക്ക് തോന്നുള്ളൂ ഭാഗവതം കൊണ്ട് ഭഗവാനെ ഭജിക്കണം എന്നുള്ളത്. ഭാഗവതം കൊണ്ട് ഭഗവാനെ ഭജിക്കാന്ന് വെച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഭാഗവതത്തിൽ എന്താ പറയുക, 12 സ്കന്ധങ്ങളുണ്ട്. അതിൽ അവതാരങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, കഥകളുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്.
അപ്പോൾ ഇതിൽ കൂടിയൊക്കെ എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം വിചാരിച്ചത് എന്താണ്, എൻ്റേതായിട്ട് ഈ ഭാഗവതത്തെ സംഗ്രഹിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക. എൻ്റെ വാക്കുകളിൽ കൂടി എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നോ അതുപോലെ ഭാഗവത്തെ സംഗ്രഹിച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ 100 ദിവസം കൊണ്ട് ഈ ഭാഗവതം മുഴുവനും സ്വയം ചുരുക്കി എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ഭട്ടതിരിപ്പാട് മാത്രമായിരിക്കണം. അതെങ്ങനെയാണ് ഭഗവാൻ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് ഉള്ള ആ ഒരു അദ്ദേഹം മനസ്സിൽ സങ്കല്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ ഇങ്ങനെ വന്നപ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിന് മുമ്പിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കൊച്ചു കുട്ടിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ, ഗുരുവായൂരപ്പനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ രചന നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഓരോ ദശകത്തിലും അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നേരിട്ട് ഗുരുവായൂരപ്പനോട് സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഭഗവാനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ വെറുതെ ശ്ലോകം ചൊല്ലുന്ന പോലെയല്ല, ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നാം വിളിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഭഗവാൻ തെളിയുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞ ഭാവം ഭഗവാനോട് തോന്നുന്നത് അപ്പോഴാണ്, നമ്മൾ നേരിട്ട് ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ. ഭക്തിയൊന്നും ഇല്ലാത്ത വെറുതെ നമ്മൾ നാമം ജപിക്കുന്നതും ഭക്തിയോടുകൂടി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും രണ്ടാണ്. ഹൃദയത്തിൽ തട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഈ നാരായണീയത്തിന് ഇത്രയധികം ആളുകൾക്ക് അത് ഭഗവാന്റെ ഭജനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ഒരു ഭക്തികാവ്യമാണ് ശ്രീമദ് നാരായണീയം. നമുക്ക് സംശയമില്ല. എവിടെയും നാരായണീയ സമിതികളുണ്ട്, എവിടെയും നാരായണം പഠിപ്പിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അർത്ഥമറിഞ്ഞും അറിയാതെയുമുണ്ട്. അതോ ഇതിലുള്ള വൃത്തങ്ങളോ ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള വൃത്തങ്ങളിൽ കൂടിയാണ് അദ്ദേഹം അത് രചിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാന്ദ്രാനന്ദബോധാത്മകം എന്ന് പറയുന്ന വളരെ തത്വപ്രധാനമായിട്ടുള്ള കാര്യം പറയുന്ന പോലെയല്ല അദ്ദേഹം ഗോപികാഗീതം ചൊല്ലുമ്പോൾ അല്ല, ഓരോ സന്ദർഭത്തിനനുസരിച്ച് നരസിംഹാവതാരം എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള വൃത്തങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ മധുരതരമായിട്ടുള്ളത്, ഒരു തരത്തിൽ മധുരതരം, ഒരു തരത്തിൽ ഗാംഭീര്യമേറിയ അങ്ങനെയുള്ളൊരു ഭക്തി കാവ്യം അദ്ദേഹം രചിച്ചു ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അദ്ദേഹം ചോദിച്ചതും ചോദിക്കാത്തതും ഒക്കെ കൊടുത്ത് ഭഗവാനെ അനുഗ്രഹിച്ചു. നമുക്കിവിടെ പറയാനുള്ളത് നാരായണീയത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ മഹത്വമൊക്കെ നാരായണീയത്തിനുണ്ട്. ഈ നാരായണീയം വന്നത് എവിടെ നിന്നാണ്? ഭാഗവതത്തിൽ നിന്ന്. ഭാഗവതം എവിടെ നിന്നാണ് വന്നത്? ഭഗവാനിൽ നിന്ന്. ആദ്യ നാരായണനിൽ നിന്നാണ് ആ തത്വമുണ്ടായത്. ഭാഗവത തത്വം അവിടെ നിന്ന് വന്നു. ആ തത്വം ബ്രഹ്മാവിലൂടെ, അങ്ങനെ നാരദനിലൂടെ, പിന്നെ വ്യാസനിലൂടെ, പിന്നെ അത് ഇവിടെ ശുഖബ്രഹ്മർഷിയിലൂടെ, പിന്നെ നമുക്ക് ഇവിടെ ഈ ഭട്ടതിരിപ്പാട് വായിച്ചപ്പോൾ ഭട്ടതിരിപ്പാടിലൂടെ, അങ്ങനെ നമുക്കിത് ഗുരുപരമ്പരയാലെ കിട്ടിയിട്ടുള്ളതാണ് ഭാഗവത തത്വം എന്നുള്ളത്. ആ ഭാഗവത തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ചതായതുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, താപത്രയോന്മൂലനത്തിന് മറ്റൊന്നും ആശ്രയിക്കേണ്ടതില്ല, ഈ ഭാഗവതം തന്നെ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഭട്ടതിരിപ്പാടിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം താപത്രയോന്മൂലനം ഇവിടെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏത് രോഗം മാറ്റാനും ഭാഗവതം മതി എന്നുള്ളതുകൊണ്ടാണ് ഈ ഭാഗവതത്തെ തന്നെ അദ്ദേഹം കൂട്ടിപ്പിടിച്ചത്. ഇതുകൊണ്ട് എനിക്ക് ഭഗവാനെ പ്രസാദിപ്പിക്കണം, ഭഗവാനെ ഭജിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം ഇത് തന്നെ ആവണം. അതുകൊണ്ട് അദ്ദേഹത്തിനറിയാം, പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടി. ഇതേമാതിരി തന്നെ എൻ്റെ ചെറിയ രോഗങ്ങളും ഭഗവാനെ മാറ്റാൻ ഒരു വിഷമവും ഇല്ലയെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഭാഗവതത്തെ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ആ ചിന്തയാണ്, ആ തീരുമാനമാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ കാവ്യരചനയിൽ സഹായിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന് പിന്തുണച്ചു. അങ്ങനെ നാരായണീയം എന്നുള്ളൊരു മധുര കാവ്യം, ഭക്തികാവ്യം അങ്ങനെ രൂപം പൂണ്ടു. അത് ഗുരുവായൂരപ്പൻ സ്വീകരിച്ചു. ഇപ്പം ഭഗവാൻ അത് നമുക്ക് പ്രസാദമായിട്ട് നമുക്കെല്ലാവർക്കും തന്നിരിക്കുകയാണ് നാരായണീയം. അപ്പം നിങ്ങളൊക്കെ ആ ഭട്ടതിരിപ്പാടിനെ ഓർത്തുകൊണ്ട് നാരായണീയം
ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷയമായിട്ട് വിചാരിച്ചിട്ടല്ല പറയണത്. വസ്തുതയിൽ നാരായണത്തിൻ്റെ മാഹാത്മ്യം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭാഗവതത്തിൽ ഭഗവാനെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത്? പരമമായ സത്യമാണ്, ഈശ്വരനാണ്, ഐശ്വരനാണ്, കൃഷ്ണനാണത് എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്, സത്യം പരം ധീമഹി. അതുപോലെ നാരായണീയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. അപ്പം നാരായണീയത്തിൽ നമുക്ക് ആകെപ്പാടെ 100 ദശകങ്ങളുണ്ട്. നമുക്ക് പൊതുവെ അത് പലതായിട്ട് തിരിക്കാം. ആദ്യത്തെ 3 ദശകങ്ങൾ എന്താണ്? 1 തൊട്ട് 3 വരെയുള്ളത് ആ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൻ്റെ അത് തന്നെയാണ്. എന്താണ്? അവിടെ പരീക്ഷിത്ത് മഹാരാജാവിനെ അവതരിപ്പിച്ചു. ഇവിടെയാണെങ്കിലോ ആർത്തനായിട്ടുള്ള ദുഃഖിതനായിട്ടുള്ള ഭട്ടതിരിപ്പാടിനെ ആണ് അവതരിപ്പിക്കുന്നത് ആദ്യത്തെ 3 ദശകത്തിൽ. അതിനുശേഷം എന്താണ്? 4 തൊട്ട് 36 വരെയുള്ളത് ധാരാളം അവതാരങ്ങൾ, കഥകൾ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അതിനുശേഷം 37 മുതൽ എന്താണ് 37ാമത്തെ ദശകം തൊട്ട് ശ്രീകൃഷ്ണ അവതാരം വരികയാണ്. 89 വരെ ശ്രീകൃഷ്ണൻ്റെ അവതാരവും ലീലകളുമാണ്. അതിനുശേഷം തത്വജ്ഞാനങ്ങളാണ് ഉപദേശിക്കുന്നത്. അങ്ങനെ എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആണ് ഭാഗവതത്തിൻ്റെ അനുസരിച്ച് തന്നെ അദ്ദേഹം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നാരായണീയത്തിൽ. അത് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയിൽ. അദ്ദേഹത്തിൻ്റെ സംഗ്രഹണ പാടവം അത് നമുക്ക് ആലോചിച്ചാൽ അതിശയം തോന്നുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭട്ടതിരിപ്പാട് ചെയ്തിരിക്കുന്നത്. നാരായണീയം വായിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ദശകത്തിൽ അദ്ദേഹം ഗുരുവായൂർ ഭജനയ്ക്ക് വന്നു. ഭജനയ്ക്ക് വന്ന ഭട്ടതിരിപ്പാടിന് ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ രോഗമുണ്ട്. എങ്കിലും അവിടെ വന്നപ്പോൾ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇത് ഭഗവാന്റെ അടുത്തൊന്നാൽ മാറും, ഭഗവാനിലാണ്ട് എനിക്കൊരു ആശ്രയം ഇല്ല എന്ന് വിചാരിച്ചാണ് വരുന്നത്. അവിടെ വന്ന ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ തന്നെ ഭട്ടതിരിപ്പാടിന് തോന്നി ഭഗവാൻ എന്നെ പ്രസാദിക്കും, ഞാൻ വേണ്ടിടത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ സമാധാനത്തോടുകൂടി അദ്ദേഹം പറയുന്നു, സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യത്തിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെയുണ്ട്. ഏതാണ്? ബ്രഹ്മസ്വരൂപിയായിട്ട്, ബ്രഹ്മമായിട്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആദ്യവും അവസാനവുമില്ല, എല്ലായിടത്തും എപ്പോഴും ഉള്ള ആ ബ്രഹ്മസ്വരൂപനായിട്ട് ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ, പരമാത്മാവാണ് എന്നിലിരിക്കുന്നത്. ഈ ഭഗവാൻ ഇത്ര അടുത്തിരിക്കുന്ന ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. അതിനറിയാനുള്ള മാർഗങ്ങളാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആണ് അദ്ദേഹം ഭഗവാനെ ആരാധിക്കാൻ പോകുന്നതും. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. അങ്ങനെ അദ്ദേഹം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തന്വാ വാചാധിയാ വാ ഭജതി ബതജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമാം. അപ്പോൾ നമ്മൾ ഭഗവാനെ ഭജിക്കാൻ വരുമ്പോൾ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ ഉറച്ച് നിൽക്കണം നമുക്ക്. ഇനി ഞാൻ വേറെ ഒന്നിലേക്കും പോവുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ദുർലഭമായിട്ടുള്ള ബ്രഹ്മത്തെ കിട്ടിയിട്ട് ഇനി ഞാൻ മറ്റെങ്ങോട്ടും പോകാൻ പോകുന്നില്ല ഗുരുവായൂരപ്പ, ഞാൻ അങ്ങനെ തന്നെ ഭജിക്കാൻ പോവുകയാണ്. അങ്ങനെ മറ്റുള്ളവർ പലരും ചെയ്യുന്ന പോലെ ഞാൻ അതും ഇതൊക്കെ ആലോചിച്ചിട്ട് പോവില്ല, എനിക്ക് ഗുരുവായൂരപ്പൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അപ്പോഴാണ് ആലോചിക്കുക, എങ്ങനെയാണ് ബ്രഹ്മത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് പൂജിക്കാൻ സാധിക്കുക? ബ്രഹ്മത്തിന് കാണാൻ നമുക്ക് സാധിക്കില്ല, അറിയാനുള്ള മാർഗങ്ങളില്ല, നമുക്ക് വേദങ്ങളിൽ നിന്ന് കിട്ടിയുള്ള അറിവുകളേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണം? അപ്പോഴാണ് പറയണത്, ബ്രഹ്മസ്വരൂപനായ ഭഗവാനും ഭഗവാന്റെ അവതാരങ്ങളും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ്? ബ്രഹ്മം ഒരു കടലാണെങ്കിൽ കടലും കടലിലെ വെള്ളവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ആ തിരകളാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അപ്പോൾ രണ്ടും വെള്ളം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
അതിന് രൂപമുണ്ട്. അപ്പോൾ നമുക്ക് ആ രൂപങ്ങളിൽ കൂടി ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട്, ആ കഥകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവാൻ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് പോയിട്ടാണ് പിന്നെ ഭഗവാന്റെ രൂപമൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ട്. തപ്തേ പ്രത്യഗ്രധാര എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാനെ ഇങ്ങനെയുള്ളൊരു ഭഗവാന്റെ രൂപം കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ എന്തുണ്ടാവും? നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതെല്ലാം ഗുരുവായൂരപ്പൻ തരും. ഭഗവാൻ കൽപ്പവൃക്ഷം തന്നെയാണ്, അതുകൊണ്ട് മറ്റെങ്ങോട്ടും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണു. അത് കഴിഞ്ഞ് അവസാനം ആദ്യത്തെ ദശകത്തിൽ അവസാനം പറയുന്നു, ഈ ഗുരുവായൂരപ്പനല്ലാതെ, അപ്പോഴാണ് ഗുരുവായൂരപ്പൻ എന്ന പേര് പറയണത്, ഈ ഭഗവാൻ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപിദേ സംഗവാർത്ത തദ്വാദാകാരവാസിന്മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഈ ഭഗവാന് മാത്രമേ, ഈ ഗുരുവായൂരപ്പന് മാത്രമേ ഭഗവാൻ എന്നുള്ള വിളിക്കാനുള്ള അർഹതയുള്ളൂ. കാരണം എന്താണ്? ഭഗങ്ങൾ, അതായത് ഈ സൽഗുണങ്ങൾ, 6 ഗുണങ്ങൾ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീയ, ജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെ പൂർണ്ണതയിലുള്ളയാൾ ഗുരുവായൂരപ്പൻ മാത്രമാണ്. വേറെ ആർക്കും ഇതില്ല. മറ്റ് ദേവന്മാർക്കൊക്കെ ഉണ്ട് ഇതൊക്കെ, പക്ഷെ അതൊന്നും പൂർണ്ണതയിലല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ എല്ലാം കൊടുക്കാനുള്ള കഴിവില്ല, എല്ലാവരും അനുഗ്രഹിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഈ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, സർവവും കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഭഗവാനെയാണ് നമുക്ക് ഭജിക്കേണ്ടത്. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ എങ്ങനെയാണ്? നിസ്സംഗനാണ്, ഒട്ടുമേ സംഘമില്ല ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഭജിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ദശകം നിർത്തി. ഞാൻ അങ്ങനെ വിസ്തരിച്ച് പറയുകയല്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കാനുള്ള ഒരു ആർത്തൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. ഭഗവാനെ കണ്ടുകിട്ടി, ഭഗവാനെ നിശ്ചയപ്പെട്ടു, ഇനി ഞാൻ ഭഗവാനെ തന്നെ ഭജിക്കും, ഭഗവാന്റെ രൂപം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അടുത്തതിൽ എന്താണ്? ഭഗവാന്റെ രൂപമാണ് വർണ്ണിക്കുന്നത്. നമ്മളൊക്കെ ധാരാളം ചൊല്ലുന്ന ശ്ലോകമാണ് ഇതൊക്കെ. നമുക്ക് ശ്ലോകം എല്ലാം ചൊല്ലേണ്ടതാണ്, പക്ഷെ നമുക്കൊന്നും ചൊല്ലാൻ സമയമില്ലല്ലോ. അപ്പോൾ സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അങ്ങനെ ഭഗവാന്റെ തല തൊട്ട് അവസാനം 2 ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ കേശാദിപാദം വർണ്ണിക്കുന്നു. എന്നിട്ട് പറയാണ് ഈ രൂപം, ഭഗവാന്റെ ഈ രൂപം എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് ചൊല്ലാതെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എത്ര ഐലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാന്റെ സൗന്ദര്യമുള്ള മുഖം, ആ ഭഗവാന്റെ രൂപം കണ്ടാൽ ഭഗവാന്റെ സൗന്ദര്യത്തിലും കാന്തിക്കും ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഒന്നുമില്ല. അതിന് വാക്കുകൾ പറയാൻ നോക്കും, മറ്റൊരു വാക്ക് പറയാനില്ല. അതുപോലെ അത്ര സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം ഇവിടെ വർണ്ണിച്ചു. ഈ രൂപത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും, നമ്മുടെ മനസ്സെങ്ങോട്ട് പോകും? നമ്മുടെ മനസ്സെവിടെയാണോ ഭഗവാനിലേക്ക് വരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഭഗവാനിലേക്ക്, ഈ രൂപത്തിലേക്ക് നമ്മൾ വന്നാൽ, ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് പോകാൻ തോന്നുകയില്ല. അതുകൊണ്ടാണ് ലക്ഷ്മീദേവി എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാര്യം പറയണത്. നമുക്ക് രൂപം കിട്ടി, നിഷ്കള ബ്രഹ്മരൂപത്തിന്. ഇപ്പോൾ സകളോപാസന, ഗുരുവായൂരപ്പൻ ഒരു രൂപം കൊടുത്തു, ആ രൂപയിലേക്ക് നമ്മൾ ധ്യാനിക്കണം എന്ന് പറയുകയാണ്, ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ അവസാനം പറയണു ഭഗവാന് മറ്റ് പല മാർഗങ്ങളുണ്ട്. ഭഗവാന്റെ രൂപത്തിൽ കൂടി അല്ലാതെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഭഗവാന്റെ രൂപത്തിൽ കൂടി നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാകും? ആ ഭഗവാന്റെ രൂപം നമ്മുടെ കാണുമ്പോൾ, കൃഷ്ണനെ കാണുമ്പോൾ നോക്കി നിൽക്കാത്ത ആരുമില്ല. കൃഷ്ണൻ്റെ എത്ര ആഭരണങ്ങളിട്ടാലും എത്ര ഭംഗിയായാലും ഗുരുവായൂരപ്പന് ഭംഗി പോരാ, ഇതിനേക്കാൾ നന്നാവണം എന്ന് നമുക്ക് തോന്നും. നമ്മുടെ മനസ്സിൽ അതിനേക്കാൾ വലിയൊരു നല്ല രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിയുക. അപ്പോൾ അത്രയ്ക്കും സൗന്ദര്യമുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ രൂപം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ആസക്തി കുറയും. നമ്മുടെ മനസ്സിനെ പിടിച്ച് നിർത്തുന്ന ഒന്നാണ് ഭഗവാന്റെ രൂപം. അങ്ങനെയുള്ള രൂപത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഭഗവാന്റെ രൂപം. അപ്പോൾ
വേറെ മാർഗങ്ങളുണ്ട്, ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കർമ്മമാർഗ്ഗമാണെങ്കിൽ നമുക്ക് പലപ്പോഴും അധപ്പതനം വരും, ജ്ഞാനമാർഗ്ഗമാണെങ്കിൽ വളരെ കാലം എടുക്കും. അപ്പോൾ ഇതിനൊക്കെ പകരം നമുക്ക് ആ ഭക്തിമാർഗം തന്നെയാണ് വേണ്ടത്. ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദശകം നിർത്തുകയാണ്. അതിനുശേഷമാണ് മൂന്നാമത്തെ ദശകത്തിൽ ഭക്തി പ്രാർത്ഥനയാണ്. ഒരു സാധകൻ ഭഗവാനെ ഭജിക്കുമ്പോൾ ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ രൂപമൊക്കെ കണ്ടു, നമ്മൾ അടുത്ത് വന്നു, ഇനി അങ്ങനെ ആവാമെന്ന് പറഞ്ഞാലും എന്തു വേണം കൂടുതലായിട്ട് ആ രൂപത്തിനോട് അടുക്കും തോറും നമുക്ക് ആ പ്രേമം വരണം, ഭഗവാനോട് അങ്ങോട്ട് പ്രേമം വരണം. ഭഗവാനോടുള്ള പരമമായ പ്രേമത്തിനാണ് ഭക്തി എന്ന് നമ്മൾ പറയണത്. ആ ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ഈ വിചാരിച്ച പോലെയുള്ള ഗുണം കിട്ടാൻ താമസിക്കും. അപ്പോൾ ഭട്ടതിരിപ്പാട് എന്താണ് പറയുന്നത്? എനിക്കെൻ്റെ ഗുരുവായൂരപ്പ വേറൊന്നും വേണ്ട, അങ്ങേരെ ഭക്തി ഉണ്ടാക്കി തരണം. അപ്പോൾ ഈ മൂന്നാം ദശമാകുമ്പോൾ മൂന്നാം ദശം വെച്ചാൽ മൂന്നാം ദിവസമാണ്. ഇവിടെ ഭഗവാനെ ഭജിക്കാൻ വന്നിട്ട് മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഭട്ടതിരിപ്പാടിന് വയ്യാതായി എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് മുഴുവനും ഗുരുവായൂരപ്പനോട് തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറയുകയാണ്, പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിത സ്മരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്തസ്ത്വയി ഖലു രമന്തേ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, അവരാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ധന്യനെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് അങ്ങനെയാണ് വേണമെന്നാണല്ലോ ആഗ്രഹം. എനിക്ക് 27 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് രോഗബാധിതനായി. എനിക്ക് ഭഗവാനെ ഭജിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഈ രോഗം മാറിക്കിട്ടണം, പലതും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഗുരുവായൂരപ്പ എനിക്കിപ്പോൾ ഭഗവാനെ ഭജിക്കാനുള്ള ആസക്തി പോലും ഇല്ലാണ്ടാവുകയാണല്ലോ. ഇപ്പോൾ എനിക്ക് വയ്യ, എന്താ ചെയ്യുക ഭഗവാനെ? നമ്മൾ പറയില്ല, അവലാതി പറയുമ്പോൾ നമുക്ക് എല്ലാം വിട്ടെറിഞ്ഞിട്ട് നമ്മൾ ഒരാളെ ധ്യാനിക്കാൻ വന്നു കഴിയുമ്പോൾ അവിടെ എനിക്ക് അതും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ ആരോട് ഞാൻ പറയും? ആ രീതിയിലുള്ള ആവലാതികളാണ് ഭട്ടതിരിപ്പാട് പറയുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഓരോ സമയങ്ങളാണ്. ഭഗവാനോട് നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കൂട്ടപ്രാർത്ഥന ചെയ്യുന്നതും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ടാണ്. ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും. ഭഗവാനോട് ചോദിക്കുകയാണ്, എന്താ ഭഗവാനെ, ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് വയ്യാണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ശുഖബ്രഹ്മർഷി നാരദനൊക്കെ എന്താ പറഞ്ഞിരിക്കണത്? അവരൊക്കെ എന്താ ചെയ്തിരിക്കണത്? ഇപ്പോൾ അവരൊക്കെ ഭഗവാനെ ഭജിച്ച് അവർക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവർക്ക് അദൃശ്യരായിട്ടും ദൃശ്യരായിട്ടൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനിവിടെ വന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഭഗവാനെ ഭജിക്കാനെങ്കിലുള്ള ആരോഗ്യം എനിക്ക് തരണേ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അവസാനം അറ്റയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ, ഞാൻ എൻ്റെ ഗുരുവായൂരപ്പ, ഭഗവാനെ ഭജിക്കാത്തവർക്കൊക്കെ വളരെ സുഖം. എന്നെപ്പോലെ എല്ലാം ഭഗവാനെ തന്നെ വിചാരിച്ച് വന്ന് എനിക്കാണെങ്കിലോ ഒരു സുഖവും ഇല്ല, ഒന്നും നേടുന്നില്ല എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്താ ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്നെ തന്നെ ശരണം പ്രാപിച്ചവന് ഞാൻ എന്തും കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഞാനങ്ങനെയല്ലേ വന്നിരിക്കണത്. എന്നിട്ടിപ്പോൾ എനിക്കിനി ശരണമായിട്ട് ആരാ ഉള്ളത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ഭഗവാനെ ഞാനിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കാണ് ഗുണം? ദോഷം എന്താണ്? അങ്ങയ്ക്ക് തന്നെയാണ് കേട്ടോ ഗുണം. ചീത്തപ്പേരാകും ഭഗവാനെ. ഇത്ര ഭക്തിയായിട്ടൊരു ഭക്തൻ വന്ന് ഭഗവാനെ ഭജിച്ചിട്ട് അതിനായിട്ട് വന്നിട്ട് രോഗവും മാറിയില്ല, ഭഗവാനെ ഭജിക്കാനും സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ചീത്തപ്പേര് ഭഗവാനല്ലേ? ഭഗവാൻ പറഞ്ഞതൊക്കെ വെറുതെ ആവില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ദുഃഖം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ വിഷമത്തോടുകൂടി ഇരുന്നിട്ട് അവസാനം പറയണു. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വിഷമം പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? മനസ്സ് ശാന്തമായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിതവിഹിതാർത്ഥപ്രലപിത പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ പറഞ്ഞു. ഞാൻ കുറേയൊക്കെ അവലാതി പറഞ്ഞു ഗുരുവായൂരപ്പ, ഇനി ഞാനൊന്നും പറയണില്ല. എനിക്ക് അറിയാം ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്കാവുന്നത് പോലെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഭഗവാനെ ഭജിച്ചുകൊള്ളും. ഞാനിവിടുന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവിടെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്.
അപ്പോൾ ഇതാണ് ഒരു ഭക്തൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഗുരുവായ ഏത് ഭഗവാനാണെങ്കിലും ഭഗവാനെ ഭജിക്കാൻ വരുമ്പോൾ തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഭഗവാനിൽ ഉറച്ച് നിന്ന് ആ ഭഗവാനെ ഭജിക്കുക തന്നെ ചെയ്യണം. അപ്പോഴേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ഇവിടെ ഇനി അടുത്തത് 4 തൊട്ട് ഭാഗവതത്തിലാണെങ്കിൽ ദ്വിതീയ സ്കന്ധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോവുകയാണ്. ധാരാളം ദശകങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് സൃഷ്ടിയെക്കുറിച്ച് പറയണു. അങ്ങനെ പോയിട്ട് സൃഷ്ടി പറയണു, ഭഗവാന്റെ അവതാരങ്ങൾ പറയണു. അവതാരങ്ങൾ പറയുമ്പോഴാണ് ഭൂമിയുടെ സൃഷ്ടി പറഞ്ഞു. കഴിഞ്ഞ് മനുവും ശതരൂപയുമായിട്ടുള്ള മനുഷ്യവംശം വന്നു. അവരോട് ഭഗവാൻ ബ്രഹ്മാവ് പറയുന്നു പോയിട്ട് തപസ് ഭൂമി പോയി ഭരിക്കുമെന്ന് പറയണു. ആ സമയത്താണ് വരാഹാവതാരം വരുന്നത്. ആദ്യത്തെ ഭാഗവത്തിൽ പറയുന്ന അവതാരം വരാഹാവതാരമാണ്. അത് വരുന്നപ്പോഴാണ്. വരാഹാവതാരത്തിന് ഒരു വളരെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഭഗവാന് ദുഷ്ടനായാലും ശിഷ്ടനായാലും ഭഗവാൻ ഒരുപോലെയാണ്. ദുഷ്ടനാണെങ്കിൽ ഭഗവാൻ അതിനെ നിഗ്രഹം ചെയ്ത് ശിഷ്ടനാക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കും. അല്ല, ശിഷ്ടനാണെങ്കിൽ അവന് അനുഗ്രഹിക്കുകയും ചെയ്യും. അനുഗ്രഹവും നിഗ്രഹവും ഒക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുക്തിദായകമാണ്. അതാണ്. അപ്പോൾ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി ഭരിക്കാനായിട്ട് സ്വയംഭവ മനു ശതരൂപയാണ്. അപ്പോൾ സ്വയംഭവ മനുவோട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഭൂമി ഭരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭരിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഭൂമിയെ കാണാനില്ല. എവിടെ പോയി ഭൂമി എന്ന് നോക്കുമ്പോഴാണ് ഭൂമിയെ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി അടിയിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയാണെന്നറിഞ്ഞു. അത് കേട്ട ഉടനെ ബ്രഹ്മാവ് ഭഗവാനെ തപസ് ചെയ്തു, ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ ഒരു ചെറിയ പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് താഴെ വീണു. അങ്ങനെ വന്നത് വളരെ വലിയൊരു വരാഹമായി. ആ വരാഹം ഭയങ്കര ശബ്ദവും ആയിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് ആ ഭൂമിയെ എടുത്തു കൊണ്ടുവന്ന് കരയ്ക്ക് വെച്ചു, വേണ്ട സ്ഥലത്ത് കൊണ്ടുവച്ചു. അതിനുശേഷം ആ ഹിരണ്യാക്ഷനെ വധിച്ച കഥയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനും മറ്റ് സകല ജീവജാലങ്ങളും ഇപ്പോൾ സൃഷ്ടി ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കാനുള്ളൊരു സ്ഥലമാണ്. അവിടെ അത് സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തുണ്ടായി? അപ്പം തന്നെ കൊണ്ടുപോയി ഒരു അസുരൻ എന്തിനാണ്? അസുരന്മാരെങ്ങനെയാണ്? അവനവൻ്റെ സുഖം എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് അസുരന്മാർക്ക്. അങ്ങനെയുള്ള അസുരനാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. രണ്ടുപേരെയും ഭഗവാൻ വധിക്കുന്നുണ്ട്. ഇവിടെ ഹിരണ്യാക്ഷനാണ് വിഷ്ണു വിരോധിയാണ്. അപ്പോൾ ഇവർ ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാരാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ അവരോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ ഈ ഹിരണ്യാക്ഷനെ വധിക്കാതെ പറ്റില്ല, ഭൂമിയെ കൊണ്ടുപോയില്ലേ. അപ്പോൾ ഭഗവാൻ പോയിട്ട് ഭൂമിദേവി എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു പാഠം എന്താണ്? ഈ ഭൂമി തന്നിരിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെയല്ല. ഇവിടെ സകല ജീവജാലങ്ങളുമുണ്ട്, എത്രയോ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് ഉള്ളത് പങ്കുവച്ച് ജീവിക്കുക. യജ്ഞ സംസ്കാരം അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളത് കൊണ്ട് സന്തോഷപൂർവ്വം കൊടുത്തും വാങ്ങിയും ജീവിക്കണം. അതാണ് അതിൽ നിന്ന് കിട്ടുന്നത് എല്ലാവരും പങ്കിട്ട് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം എനിക്ക് എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള യജ്ഞ സംസ്കാരത്തിന് എതിരായിട്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ വരും. എവിടെ അധർമ്മം കാണിച്ചോ ഭഗവാൻ അവിടെ അവതരിക്കും. ഇവിടെ അധർമ്മിയായിട്ടുള്ള ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ വന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെയാണല്ലോ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും. അവിടെ ഒരു അധർമ്മം വന്നാൽ അവിടെ ഭഗവാൻ അവതരിച്ചിരിക്കും, ദുഷ്ടനെ നിഗ്രഹിച്ചിരിക്കും, ധർമ്മത്തെ സ്ഥാപിച്ചിരിക്കും, സജ്ജനത്തെ രക്ഷിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ധാരാളം അവതാരങ്ങളുണ്ട്. ഞാൻ കൂടുതൽ അവതാരങ്ങളെക്കുറിച്ച് പറയാൻ സമയമില്ല. അതുകൊണ്ട് അവതാരങ്ങളിൽ കപിലവാസുദേവൻ അവതരിച്ചു. കപിലവാസുദേവൻ എന്തിനാണ് അവതരിച്ചത്? സാഖ്യയോഗം ലോകത്തിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കപിലാവതാരം ഭഗവാൻ ചെയ്തു. നരനാരായണ അവതാരം തപസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ കഴിയുക നരനാരായണ അവതാരം കാണിച്ചു തന്നു. നരനും നാരായണനും ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും. അങ്ങനെ അദൈത്യനായിട്ടുള്ള കവചനെ അദ്ദേഹം നിഗ്രഹിച്ചത് അങ്ങനെയാണ്. അതാണ് നരനാരായണ ചരിത്രം. പൃഥ്വിരാജാവ്, പൃഥുവിൻ്റെ അവതാരം
പൃഥു എന്താണ് രാജാവ്, ആദ്യ രാജാവെന്നാണ് പറയുക. അദ്ദേഹം എന്താ ചെയ്തത്? ഭൂമിയെ എങ്ങനെ വേണം ഭൂമിയെ പരിപാലിക്കാൻ, എങ്ങനെയാണ് രാജാവ് രാജ്യം ഭരിക്കാൻ, ഒരു ഭരണം നടത്തുന്നയാൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ശ്രദ്ധ വയ്ക്കണം, ഭൂമിദേവി എങ്ങനെയൊക്കെയാണ് രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ്. അവർക്ക് വേണ്ട ഭൗതികമായ സുഖങ്ങളും ആത്മീയമായിട്ടുള്ള സുഖങ്ങളും ഉണ്ടാവണം, അതിനുള്ള അറിവ് കൊടുക്കണം, യജ്ഞങ്ങൾ നടത്തണം. ഇതൊക്കെ ചെയ്ത് കാണിച്ച ആളാണ് പൃഥു മഹാരാജാവ്. ഋഷഭദേവൻ, അദ്ദേഹം ഭഗവാന്റെ അവതാരമാണ്. എങ്ങനെയാണ് ഒരു പാരമഹംസ്യ പദവിയിലെത്തിയിട്ട് രാജാവായിരുന്നു അദ്ദേഹം. വളരെ നല്ലവണ്ണം രാജ്യം ഭരിച്ചു. അങ്ങനെ അദ്ദേഹം ഭഗവാനെ ഭജിച്ചു. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. 100 പേരും ഓരോ തരത്തിൽ എന്താ പറയുക, അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് വലിയ നിലയിലേക്ക് എത്തിയവരാണ്. അതാണ് ആദ്യത്തെ ആളാണ് ഭരതൻ. ഭരതൻ്റെ കൂടെ 9 പേര്, മറ്റു രാജാക്കന്മാർ, നവയോഗികൾ, ഇവരൊക്കെ ഈ ഋഷഭൻ്റെ മക്കളാണ്. ഋഷഭദേവനാണെങ്കിലോ ഇതൊക്കെ കഴിഞ്ഞ് മക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വനവാസത്തിന് പോയി. അങ്ങനെ ഭഗവാൻ അദ്ദേഹം ത്യജിച്ച ഒരു അവധൂതനേക്കാളും കടന്ന കയ്യിലുള്ളൊരു യോഗിയാണ് ഋഷഭദേവൻ. അദ്ദേഹത്തിൻ്റെ ഭാഗവതത്തിൽ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും ഇവിടെ നമുക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ നരസിംഹാവതാരം, അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഭഗവാൻ കൂർമാവതാരം, ധന്വന്തരിയും മോഹിനിയൊക്കെ ഉണ്ടായ അവതാരങ്ങൾ, വാമനനായിട്ട് അവതരിച്ചത്, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് വരികയാണ്. അതിനിടയിൽ ധാരാളം കഥകളും വരുന്നുണ്ട്. 36 ദശകങ്ങൾ വരുന്നതിന് മുമ്പ് ധാരാളം കഥകൾ വരുന്നുണ്ട്. എല്ലാ കഥകളും, ഈ കഥകളൊക്കെ എന്തിനാണ് പറയണത്? ഭാഗവതത്തിൽ പറയുന്നത്, നാരായണീയത്തിൽ പറയുന്നതൊക്കെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ അവസ്ഥയും അധർമ്മികളായി പോയിട്ടുള്ള ഒരവസ്ഥയും ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണ്. അധർമ്മിയായി പോകുന്നവർക്ക് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന ഉയർച്ചയും അതൊക്കെയാണ് പറയണത്. അപ്പോൾ ഇവിടെ പറയുന്നത് കഥകളിൽ അജാമിളോവാഖ്യാനം ഏതെങ്കിലും ഒരെണ്ണം പറയാമെന്ന് വിചാരിച്ചു. അജാമിളോവാഖ്യാനം. അജാമിളൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച അജാമിളൻ, അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ, ബ്രാഹ്മണ വൃത്തി സ്വീകരിച്ച് അച്ഛനമ്മമാരോടൊപ്പം പത്നിയോടുകൂടി ഒക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു കുലടയായിട്ടുള്ള സ്ത്രീയെ കണ്ടപ്പോൾ ആ മോഹം തോന്നി, അവരുടെ കൂടെ പോകണമെന്ന് മോഹം തോന്നി. ഇനി അവരുടെ കൂടെയായി എല്ലാം ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ആ വിഷയസുഖങ്ങൾ അനുഭവിച്ച് അദ്ദേഹം തീരെ വയസ്സായിട്ട് മരിക്കാറായ സമയത്താണ് അപ്പോഴാണ് യമദൂതന്മാർ കണ്ടപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ഭയം വന്നത്. അപ്പം നാരായണ എന്ന് വിളിച്ചതും നാരായണ എന്ന് വിളിക്കാട്ടത് ഗുരുവായൂരപ്പൻ തന്നെ ആണ്. അപ്പോൾ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്ന കഥയാണ് ഇത്. നാരായണ നാമത്തിൻ്റെ മാഹാത്മ്യവും അതോടൊപ്പം തന്നെ അജാമിളന് പൂർവ്വപുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് നാരായണ എന്ന് ജപിക്കാൻ തോന്നിയത്. അതുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ കുറേ അധപ്പതനം ഉണ്ടായാൽ പോലും സാഹചര്യങ്ങൾ കൊണ്ട് പലരും വഴിതെറ്റിപ്പോയാലും പണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. നല്ല കുലത്തിൽ ജനിച്ചു, നല്ലവണ്ണം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ പിന്നെ യമദൂതന്മാരെ പറഞ്ഞു വിട്ട് വിഷ്ണു പാർഷദന്മാർ തിരിച്ചുപോയി. അപ്പോഴാണ് വയസ്സനായ അജാമിളന് നാരായണ നാമത്തിൻ്റെ മഹിമ അറിഞ്ഞത്. അദ്ദേഹത്തിന് മരണമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. ഭഗവത്പാദത്തിലേക്ക് ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ ശേഷജീവിതം നയിച്ച് ഭഗവാനെ പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എവിടെയും നമുക്ക് അധപ്പതനം വരാം, പക്ഷേ അതിൽ നിന്ന് ഉയർച്ച വരാൻ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ നല്ല
ചെയ്തിട്ടുണ്ടെങ്കിൽ നാരായണ എന്നുള്ള നാമത്തിൻ്റെ മഹത്വം ഇവിടെ പറയുന്നു. നാമം ജപിക്കുക, നമ്മളെപ്പോഴും പറയുമല്ലോ, വെറുതെ നാമം ജപിച്ചാലും ആ നാരായണ നാമത്തിന് അത്ര മഹത്വം ഉണ്ടെന്നുള്ളത് യമദൂതന്മാരും പാർഷദന്മാരും തമ്മിലുള്ള സംഭാഷണമൊക്കെ ആയിട്ട് വളരെ വിശദമായിട്ട് ഭാഗവതത്തിലുമുണ്ട്, നമ്മുടെ ഇതിലും പറയുന്നുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. ഈ കഥകളൊക്കെ വിട്ടിട്ട് ഞാൻ കൃഷ്ണാവതാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ അവതാരങ്ങൾ പലതും പറഞ്ഞു, ഭഗവാന്റെ അവതാരങ്ങൾ ധാരാളം അവതാരങ്ങൾ പറഞ്ഞു, വരാഹാവതാരം തൊട്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി കൃഷ്ണാവതാരത്തിന് എന്താണ് മഹത്വം? ഇന്ന് കൃഷ്ണാവതാരം ഇവിടെ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ, അപ്പോൾ നാം പറഞ്ഞു ബ്രഹ്മത്തെയാണ് നാം, ബ്രഹ്മമാണ് ഭഗവാൻ, പരമാത്മാവ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പരമാത്മാവും ബ്രഹ്മവും ജ്ഞാനം എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ബ്രഹ്മതത്വം എന്ന് പറയുന്ന ആ ഭഗവാന്, ബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ പൂർണ്ണനായി അവതരിച്ചതാണ്, പൂർണ്ണാവതാരമാണ്, ബ്രഹ്മത്തിൻ്റെ പൂർണ്ണാവതാരമാണ് കൃഷ്ണ ജന്മം. അപ്പം അതുകൊണ്ടാണ് ബ്രഹ്മം ആണെങ്കിലും ഭഗവാന് രൂപമുണ്ട്, കൃഷ്ണൻ്റെ രൂപമുണ്ട്. ആ രൂപം എങ്ങനെയാണ്? അതിൽ വളരെ മനോഹരമായിട്ടുള്ള രൂപം. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിന് നമ്മൾ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓർക്കുക, നമ്മൾ ബ്രഹ്മം തന്നെയാണ്, ഇപ്പോൾ എല്ലാറ്റിനും മുകളിലാണ്, പരമമായിട്ടുള്ള ഭഗവാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം കൃഷ്ണനെ പറ്റി പറയാൻ. കൃഷ്ണനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും വലുതാകുമ്പോഴും എപ്പോഴും നമുക്ക് തെറ്റുന്നത് കൊണ്ടാണ്. ഭഗവാനെ മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. എന്നുവെച്ചാൽ ഭഗവാൻ ഇവിടെ അവതരിച്ചത് തന്നെ യോഗമായയുമായിട്ടാണ് അവതരിച്ചത്. എന്തും ചെയ്യാൻ ഭഗവാന് കഴിവുണ്ട്. ഗുരുവായൂർ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ ഭഗവാൻ ഇവിടെ ദുഷ്ടന്മാരുടെ ശല്യം കൊണ്ട് ഭൂമിദേവി വളരെ വിഷമിച്ചപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഞാനിങ്ങനെ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ദേവന്മാരും മറ്റുള്ളവരും ഇവിടെ എൻ്റെ സഹായത്തിനായിട്ട് വരണം. അതുപോലെ തന്നെ ഭഗവതിയുടെ എനിക്ക് തുണയായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അതെല്ലാം ഭഗവാൻ നേരിട്ട് ചെയ്ത ഒരു നേരത്തെ ആലോചിച്ച് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കുന്നത്. കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊന്നുമല്ല പറയണത്. ഭഗവാൻ കാരാഗൃഹത്തിൽ ജനിച്ചു. ഉടനെ തന്നെ ഭഗവാനെ അമ്പാടിയിലേക്ക് യശോദയുടെ അടുത്തേക്ക് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് മായാദേവിയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. മായാദേവി കംസൻ്റെ കൈയിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് പോയി. അദ്ദേഹം ഭഗവതി പറഞ്ഞു, നിൻ്റെ അന്തകൻ ഇരിക്കുന്നുണ്ട്, ഞാനല്ല നിൻ്റെ അന്തകൻ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ കംസന് ഭയമായി. കംസൻ്റെ ദുഷ്ടന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. അവർക്ക് ഒന്നുകിലും ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ഒരു വാശി, അല്ലെങ്കിൽ ഒരു ക്രോധം, അല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഭയമാണ്. കംസൻ എപ്പോഴും ഭയമാണ്. എന്തിനോടുള്ള ഭയം? ഭഗവാനെ എപ്പോഴും ഭയമാണ്. മരണഭയം തന്നെയാണ്. എപ്പോൾ എന്നെ കൊല്ലും എന്ന് വെച്ചാൽ കേട്ടൂല. അന്ന് ദേവകീദേവിയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കേട്ടു, നിൻ്റെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ ഭയത്തിലാണ്. അപ്പോൾ ദേവിയും പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനല്ല കൊല്ലുന്നത്, 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞത് എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി കംസൻ്റെ എല്ലാ ഇതും പോയി. അങ്ങനെ കംസൻ കുട്ടികളെ കൊല്ലാനായിട്ടുള്ള ആളുകളെ വിടുന്നു. അങ്ങനെ ഓരോ അസുരന്മാരെ വരുന്നു. പൂതന ആദ്യം വന്നു. പൂതന ഭഗവാന് മുലകൊടിപ്പിത്ത് കൊല്ലാനായിട്ട് വിഷം പുരട്ടിയതൊക്കെ ഇട്ടായിട്ട് വന്നു. പിന്നെ ശകടാസുരൻ, തൃണാവർത്തൻ, ഇങ്ങനെ ഓരോരോ അസുരന്മാർ വരികയാണ്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ എന്താണ് ഭഗവാൻ എങ്ങനെ ഇവരൊക്കെ മരിച്ചു പോകുന്നു? പൂതന മരിച്ചു. പൂതന വലിയൊരു മല പോലെ മരിച്ചുപോയി. എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഭഗവാൻ മുല പൊടിക്കുന്നതോടെ ആ ജീവൻ കൂടി എടുത്തതാണ്. അതാരും അറിയുന്നില്ല. ശകടാസുരൻ വന്ന് ശകടത്തിലിരുന്നു. ശകടം പൊട്ടി. എങ്ങനെ ഒന്നും ആരും കണ്ടില്ല. തൃണാസുരൻ വന്നു, ഭഗവാനെ കൊണ്ടുപോയി. ഭഗവാൻ താഴെ വീണു. കാറ്റിനോടൊപ്പം പോയി. പക്ഷെ താഴെ വീണ് കിടക്കണു. അസുരൻ്റെ മുകളിൽ കിടക്കണു. ഇതൊക്കെ ഏതാണെന്നൊന്നും ആർക്കും ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കുറേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ഇത് വൃന്ദാവനത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ അവിടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവിടെ എല്ലാ ഐശ്വര്യങ്ങളും, വൃന്ദാവനമല്ല, അമ്പഴയിൽ തന്നെ. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും അവിടെയുണ്ട്. അവർക്ക് പിന്നെ ദുഃഖമെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. അങ്ങനെ അവർ സുഖമായിട്ട് കഴിയുകയാണ്. അവരൊക്കെ മറന്നു പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഉലൂഖല ബന്ധനം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു ലീലയുണ്ട്. യശോദാമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം പോലെയാണത്. ഭഗവാൻ ഒരു ദിവസം 3-4 വയസ്സേ ഉള്ള ഭഗവാൻ അന്ന് രാവിലെ യശോദാദേവി
രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഭഗവാനെ ഉണർത്താതെ തന്നെ വന്ന് തൈര് കലക്കുകയാണ്. അപ്പോൾ തൈര് കലക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പാല് കറന്ന് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന ഭഗവാൻ ഈ കടകോലിൻ്റെ ശബ്ദം കേട്ട് എണീറ്റ് വരികയാണ്. അപ്പോൾ യശോദാദേവിയുടെ മടിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോകുന്നത് തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മടിയിൽ കയറിയിരുന്നു. കടകാലൊക്കെ മാറ്റി മടിയിലിരുന്ന് മുല കടിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്ത് പെട്ടെന്നാണ് ഇവിടെ പാല് തിളച്ച് പോകുന്നത് അറിയണത്. അപ്പോൾ ശബ്ദം കേട്ടില്ല, പോയെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് യശോദാദേവി അവിടുന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് മനഃപൂർവ്വം എടുത്ത് താഴേക്ക് വെച്ച് ഓടിപ്പോയി. കൃഷ്ണൻ അത് ഒന്ന് അഭിനയിച്ചതാണ്. എങ്കിലും കൃഷ്ണൻ പറഞ്ഞു, അമ്മയ്ക്കപ്പോൾ പാലിനോടാണ് താല്പര്യം. പാല് പോയെങ്കിലോ എന്ന് വിചാരിച്ച അമ്മ എന്നെ താഴെ ഇരുത്തിയിട്ട് ഞാൻ രസമായിട്ട് പാല് കുടിച്ചുകൊണ്ടിരുന്നു, എന്നെ മാറ്റിയിട്ടിട്ട് അമ്മ പോയല്ലോ എന്ന് പറഞ്ഞങ്ങനെ കൃഷ്ണൻ അങ്ങനെ നീ അമ്മയെ ഒരു കാര്യം അറിയിച്ച് കളയാം എന്ന് വിചാരിച്ചങ്ങനെ അവിടെ ഇരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് തൈർക്കലം പൊട്ടിച്ചു. അങ്ങനെ ഭഗവാൻ അവിടെയൊക്കെ ആ തൈരും വെണ്ണയും എല്ലാം കൂടിയിട്ടുള്ളത് അവിടെയൊക്കെ പരത്തി കാലുകൊണ്ട് ചവിട്ടി അവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ അടുക്കളയിൽ അവിടെ അകത്ത് പോയി തലേ ദിവസം വെച്ചിരുന്ന വെണ്ണയും എടുത്ത് പുറത്തേക്ക് കടന്ന് അവിടെ ഉരലിൽ പോയിരുന്നിട്ട് ആ വെണ്ണ കഴിക്കാൻ തുടങ്ങി. അവിടെ കൂട്ടിന് വന്ന കുരങ്ങന്മാർക്കൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ അവിടെ ഇരുന്ന് ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യശോദാദേവി തിരിച്ചു വരുമ്പോഴാണ് പാലോ തിളച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഉള്ള വികൃതികളൊക്കെ കാണിച്ചിരിക്കണു, ഈ കുട്ടി എവിടെയാണ് എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ സുഖമായിട്ടിരുന്നിട്ട് വെണ്ണ കഴിക്കണു. ഇത് കണ്ടപ്പോൾ യശോദാദേവിക്ക് അപ്പം ദേഷ്യം വന്നു. ആദ്യം ഒരു തമാശയായിട്ട് തോന്നി, പക്ഷേ ദേഷ്യം വന്നു. വടിയും എടുത്താണ് ചെല്ലുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്തു, വടിയും കണ്ട് കിടപ്പം ഭയങ്കര സങ്കടത്തിൽ ഒരു അഭിനയമൊക്കെ കാണിച്ച് വിഷമിച്ചിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഒരു ഓടി യശോദാദേവി പുറകെ ഓടി. പക്ഷേ യശോദയ്ക്ക് പറ്റുമോ ഉണ്ണികൃഷ്ണനെ പിടിക്കാനോ ആയിട്ട് പറ്റുമോ? അത് കഴിഞ്ഞ് അവസാനം അമ്മ ക്ഷീണിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അമ്മ ഞാൻ ഓടുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നു. അപ്പം അമ്മ വടിയൊക്കെ ഇട്ടിട്ട് വന്നു. എന്നാലും ദേഷ്യം ശമിച്ചില്ല. അപ്പോൾ എന്തു ചെയ്തു, അവിടെ കിടന്ന ഒരു കയറെടുത്ത്, വലിയ കയറൊന്നുമല്ല, ഒരു ചെറിയ കയറെടുത്ത് ആ ഉണ്ണികൃഷ്ണനെ അവിടെ കിടന്ന ഉരലുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ് യശോദാദേവി. എന്നിട്ട് അതിനായിട്ട് നോക്കുമ്പോൾ ഈ ഉരലിൽ കെട്ടാൻ ഈ കയറിന് നീളം പോരാ, വളരെ കുറച്ച് നീളം, 2 അങ്കുലം കുറവേ ഉള്ളൂ. പക്ഷെ കെട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് കെട്ടിയേ അടങ്ങൂന്നാണ് യശോദാദേവിക്ക്. എന്നുവെച്ചാൽ ഇവൻ ഇത്ര കുറുമ്പ് കാണിച്ചില്ലേ. ഇതിനു മുമ്പ് ഇവിടെ മറ്റു ഗോപികമാരെല്ലാവരും പറയാറുണ്ട് ഇവനെക്കുറിച്ച്, ഇവൻ പോയി പാല് കക്കും വെണ്ണ കക്കും പറഞ്ഞൊന്നും കേൾക്കില്ല, ഈ നിൽക്കുന്ന ആളൊന്നും അല്ല ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ പറയാം, എൻ്റെ ഗോപികമാരെ നിങ്ങളിങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സഹിക്കുമോ, നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് വെച്ചാൽ ഞാൻ തരാം കേട്ടോ എന്നിങ്ങനെയൊക്കെ പറയണ ചോദിക്കുകയാണ്. ഇന്ന് തോന്നി ഇതത്ര ശരിയല്ല ഇവൻ്റെ പോക്ക്, ഇവൻ ഇന്നെങ്കിലും 2 കൊടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ, ഇവനെ പിടിച്ച് കെട്ടിയിരിക്കും ഞാൻ എന്ന് വിചാരിച്ചിട്ട് കെട്ടാനായിട്ട് നോക്കുമ്പോഴുണ്ടോ കെട്ടാൻ സാധിക്കുന്നുണ്ടോ ഭഗവാനെ? ശ്രീകൃഷ്ണ ഭഗവാനെ ഉരലിൽ കെട്ടാൻ പെടാപ്പാട് പെടുന്ന യശോദാദേവി അവസാനം അതും ഉപേക്ഷിച്ചു. എന്നെക്കൊണ്ട് ഇനിയൊന്നും വയ്യ, എനിക്ക് വയ്യാണ്ടായല്ലോ എന്ന് പറഞ്ഞ് യശോദാദേവി കൈ ഒഴിഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ വളരെ വിഷമത്തിൽ പറഞ്ഞു, അമ്മ കെട്ടിക്കോളൂ കേട്ടോ എന്നിങ്ങനെ സമ്മതം തന്നു. അപ്പോഴത്തേക്കും യശോദാദേവി എന്നിട്ടും വിട്ടില്ല. യശോദാദേവി കെട്ടി. അപ്പോൾ ആദ്യം ഉപയോഗിച്ച് ആ കയറ് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനെ കെട്ടാൻ സാധിച്ചു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അമ്മ അപ്പോൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? യശോദാദേവിയുടെ ഉള്ളിലുള്ള ഒരു ഇവൻ എൻ്റെയാണ്, ഞാൻ പറയണത് കേൾക്കണം എന്നുള്ളൊരു, ഞാൻ എൻ്റേത് എന്നുള്ളൊരു മമത, അഹങ്കാരം, ഇതൊക്കെയാണ് നമ്മുടെ കാര്യമാണ് പറയുന്നത്. യശോദാദേവിയുടെ കാര്യമൊന്നുമല്ല, നമ്മുടെ കാര്യം ഒക്കെ എനിക്ക് സാധിക്കും, ഞാൻ ചെയ്യും എന്നുള്ള അതോട് കൂടിയിട്ട്. അല്ലാണ്ട് ഭഗവാനെ കെട്ടാൻ ഒരാൾ ശ്രമിച്ചാൽ ഭഗവാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ. യശോദാദേവിക്ക് അറിയില്ല ഭഗവാൻ തൻ്റെ പുത്രനാണെന്ന് തന്നെ വിചാരിച്ചുള്ളൂ. ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ദേവിയോട് പറഞ്ഞു, എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല, യശോദയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ യശോദാദേവിയെ ഭഗവാൻ അങ്ങനെ കെട്ടിയിട്ടു. അപ്പോൾ യശോദാദേവി, അപ്പോൾ എന്താ കാര്യം,
നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരം ഉണ്ടല്ലോ, മമത, അഹങ്കാരം, എൻ്റേത് എന്നൊക്കെയുള്ള ഭാവങ്ങളുള്ളിടത്തോളം കാലം ഭഗവാൻ ഇതിനൊന്നും സമ്മതിക്കില്ല. നമ്മൾ വിട്ടുകൊടുക്കുക. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ സമർപ്പണം എന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പനോടാണെങ്കിലും ഒക്കെ പറയുമ്പോഴും നമുക്ക് ഈ സമർപ്പിക്കുക നമ്മൾ പറയല്ലാതെ സമർപ്പിക്കപ്പെടുന്നില്ല. നമുക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എന്നൊക്കെ പറയും, പക്ഷേ നമുക്കങ്ങനെ ആ എല്ലാം വിട്ടിട്ട് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കാം എന്നുള്ളതിനൊരു പിടിച്ചുവലി നമുക്കുണ്ട്. അത് മാറിക്കിട്ടുകയാണ് വേണ്ടത്. ഭഗവാനെ ഭക്തിയാകുന്ന പാശം കൊണ്ട് മാത്രമേ കെട്ടാൻ സാധിക്കുകയുള്ളൂ. അതിന് അഹങ്കാരം ഇതൊന്നും സാധ്യമല്ല എന്ന് ഇവിടെ പറയുകയാണ്. എല്ലാ മഹർഷിമാരും ഒക്കെ എന്താ ചെയ്യണത്? അവരോട് കൂടി കെട്ടാൻ. നമ്മളൊക്കെ ഭക്തന്മാർക്ക് എന്താ, ഭഗവാനെ നമ്മളോട് കൂടി കെട്ടണം എന്നാണ്. ഇവിടെ സഹദേവി എന്താ പറഞ്ഞത്? എനിക്ക് അവനെ ഉരലിനോട് കെട്ടണം എന്നാണ് തോന്നിയത്. അപ്പോൾ ഇത്രയും ഈ ഭൂമി ലോകം മുഴുവനും ഉള്ളിൽ അടക്കാൻ ശക്തിയുള്ള ഭഗവാൻ പ്രളയസമയത്ത് എവിടെയാണ്? നമ്മുടെ ലോകങ്ങളെല്ലാം ബ്രഹ്മാവോടുകൂടി എല്ലാ ലോകം എവിടെയാണ്? ഭഗവാന്റെ ഉദരത്തിലാണ് ശയിക്കുന്നത്. ആ ഉദരത്തിൽ ഉള്ള ആ ഭഗവാന്റെ വയറിലാണ് നമ്മൾ ഈ വെറും ഒരു കയറ് കൊണ്ട് പോയി കെട്ടാൻ നോക്കുന്നത്. എത്ര ബാലിശമായിട്ടുള്ള ചിന്തയാണിത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു കഥയായിട്ട് പറയണം. അങ്ങനെ ഞാൻ ഭഗവാൻ ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ജയിക്കാൻ മറ്റാർക്ക് സാധിക്കില്ല എന്നുള്ള ആ തത്വമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ നാശങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് അമ്പാടിയിലെല്ലാം നാശങ്ങളാണ്. ഇങ്ങനെ എന്താ ഈ കുട്ടി ഓരോ ദിവസം ഓരോരോ അസുരന്മാർ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്, എല്ലാവർക്കും ഭയമായി എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോഴാണ് ആരാണ്? നന്ദഗോപൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് കുറച്ച് ദൂരെ വൃന്ദാവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോവാം. അവിടെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ നല്ല സ്ഥലമുണ്ട്, അവിടെ നദിയുണ്ട്, അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. പിന്നെ അപ്പോൾ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിൽ ചെല്ലുന്ന ആ കൃഷ്ണനെയാണ് നാം കാണുന്നത്. ഇനി വൃന്ദാവനത്തിലെ ആ കൃഷ്ണൻ്റെ ലീലകൾ അതൊക്കെയാണ് നമുക്ക് എല്ലാം പ്രധാനമാണെങ്കിൽ പോലും വൃന്ദാവന ലീലകളിൽ പറയുമ്പോൾ ഭഗവാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും, കൃഷ്ണൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇന്നത്തെ രീതിക്കാലും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേക്കും 15 വയസ്സിന് താഴെയുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് പോകുമ്പോൾ അവിടെ വൃന്ദാവനത്തിൽ ചെന്ന് ഭഗവാൻ വളരെ ഇഷ്ടമായി. വൃന്ദാവനം എന്ന് പറഞ്ഞ ആ സ്ഥലം, അവിടെ ഗോവർദ്ധന പർവ്വതം, കാളിന്തി നദി ഇങ്ങനെ ഒഴുകി നടക്കണം, ധാരാളം പുല്ല്, കാട് പിടിച്ച യമുനാതീരം, ഇതൊക്കെ ഭഗവാൻ വളരെ ഇഷ്ടമായി. കൂട്ടുകാരും കൂടി അവിടെയൊക്കെ നടന്ന് കാണുന്നതും വളരെ സുഖമായിട്ടും. വൃന്ദാവനം എപ്പോഴും എന്താ പറയേണ്ട, ഇങ്ങനെ ഒരു സുഖശീതളിമയുള്ള സ്ഥലം എന്നാണ് പറയുക. അങ്ങനെയുള്ള നമ്മൾ പറയില്ല, യാതൊരു അല്ലലും അവിടെയില്ല. അവിടെ എല്ലാം എപ്പോഴും എല്ലാ ഐശ്വര്യങ്ങളും അവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലം, അവിടേക്കാണ് ഭഗവാൻ പോയത്. പിന്നെ പശുക്കുട്ടികളെ മേയ്ക്കുന്ന ജോലിയാണ് എന്നത്. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് ഭഗവാൻ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നു എന്നുള്ള ഒരു ഇതിനാണ് പറയണത്. ആദ്യം ബ്രഹ്മാവിനെ ജയിക്കുന്ന ബ്രഹ്മമോഹനം കൊണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മമോഹനം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അത് അഘാസുര വധവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് ഭഗവാൻ ഒരു ദിവസം കൃഷ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കിന്ന് നേരത്തെ പോവാം, നമുക്കിന്ന് ചോറൊക്കെ കൈ പിടിച്ചോളൂ, നമുക്ക് പോയിട്ട് ഊണ് കഴിക്കാം. അവിടെ പോയിട്ട് കുട്ടികളെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ട് നമുക്ക് അത് കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഊണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ എല്ലാവരും പൊതിച്ചോറൊക്കെ ആയിട്ട് അവർക്ക് വേണ്ട ഉപ്പേരിയോ പപ്പടമോ കഷ്ണങ്ങളോ എന്തൊക്കെയോ നെയ്കൂട്ടിയോ തൈര് കൂട്ടിയൊക്കെ ഉള്ള ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരികയാണ് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിൽ. അപ്പോൾ കൃഷ്ണനും എല്ലാവരും കൂടി അവർ കളിക്കുക, പശുക്കുട്ടികളെ മേയ്ക്കാൻ വിട്ടു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് വിശന്നു. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എന്നാലും ഊണ് കഴിക്കാം എന്ന്, ഊണ് കഴിക്കുന്ന മുമ്പല്ല, അവർ അങ്ങനെ കളിക്കാൻ പോവണം. അവൻ കുറച്ച് അപ്പോൾ പറഞ്ഞു, നമുക്കിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോകാം പശുക്കുട്ടികളൊക്കെ വെട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോഴാണ് അഘാസുരൻ എന്ന് പറഞ്ഞ ഈ പൂതനയുടെ സഹോദരനാണ്. അഘാസുരൻ വഴിയിൽ വന്നിങ്ങനെ വായും തുറന്ന് കിടക്കണു. അപ്പോൾ കുട്ടികൾ വിചാരിച്ചു, ഇതൊരു പുതിയ റോഡ് ഇവിടെ വന്നല്ലോ, ഇവിടെ നല്ല മണ്ണ് നിറത്തിൽ
നല്ലൊരു ഇവിടെ ഒരു ഗുഹ പോലെ കാണാനുണ്ട്, നമുക്ക് അകത്ത് പോകാം, പുതിയ സ്ഥലം നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് അഘാസുരൻ്റെ വായിലേക്കാണ് പോകുന്നത്. കുട്ടികൾ പോകുന്നതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ വിചാരിച്ചു എല്ലാവരും പോട്ടെ, ഇവനെ കൊല്ലാനാണല്ലോ ഞാനിരിക്കണത്. അപ്പോൾ ആ കുട്ടികളൊക്കെ അതിൽ വഴിയിൽ കൂടി അങ്ങനെ കയറിപ്പോകുന്നു. കൃഷ്ണ വരൂ വരൂ എന്ന് വിളിച്ചിട്ട് അവർ അകത്തേക്ക് പോകുന്നു. അപ്പോൾ കുട്ടികൾ പോയപ്പോൾ ഭഗവാനും അവസാനം അഘാസുരൻ നോക്കി നിൽക്കുകയാണ്, കൃഷ്ണൻ എപ്പോഴാണ് കയറുന്നത്. അപ്പോൾ വായടയ്ക്കാനായിട്ടിരിക്കുന്നു. അങ്ങനെ അഘാസുരൻ ഭഗവാൻ അകത്ത് കയറുമ്പോഴത്തേക്കും വായടയ്ക്കണു. അപ്പോൾ അകത്ത് കയറിയതോടെ കുട്ടികളുടെ ജീവനൊക്കെ പോയി കഴിഞ്ഞിരിക്കണു. ഭഗവാൻ ഉടനെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വളരെ വലുതായി. ഭഗവാൻ എത്ര വലുതാവാനും എത്ര ചെറുതാവാനും ഒന്നും യാതൊരു വിഷമവും ഇല്ല. ഏത് രൂപത്തിൽ ഏത് സമയത്ത് എവിടെയും പ്രത്യക്ഷമാകാം ഭഗവാന്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുള്ള ഭഗവാനെയൊന്നും അഘാസുരൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ആ കഴുത്ത് പൊട്ടി ഭഗവാൻ ആ കുട്ടികളെയൊക്കെ പുറത്തെടുത്തു. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് അവർക്ക് ജീവൻ കൊടുത്തു. അങ്ങനെ അവർ കുട്ടികൾ അറിഞ്ഞിട്ടില്ല എന്തോ സംഭവിച്ചു എന്തോന്നല്ലാതെ അവർക്ക് മനസ്സിലായില്ല. ഇതിനകത്ത് പോയി. പക്ഷേ ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഊണ് കഴിക്കാൻ വിശക്കണ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഊണ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഊണ് കഴിക്കാൻ പോയിരിക്കുമ്പോഴാണ് ബ്രഹ്മാവിന് തോന്നി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ അഘാസുരൻ്റെ ദേഹത്ത് നിന്ന് ഒരു പ്രകാശം ആകാശത്തിലേക്ക് പോകുന്ന കണ്ടു. അത് ഭഗവാനിൽ വന്ന് ഭഗവാനിലേക്ക് പതിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ കൃഷ്ണൻ ഇതാരാണ് എന്ന് ബ്രഹ്മാവിനൊരു ബ്രഹ്മാവിൻ്റെ എന്താ പറയുക, പ്രാർത്ഥന പ്രകാരമാണ് സാക്ഷാൽ മഹാവിഷ്ണു ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചത്. പക്ഷേ ബ്രഹ്മാവിന് തോന്നിയത് അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടോ ഈ കൃഷ്ണൻ, ഈ വൃന്ദാവനത്തിലെ കൃഷ്ണൻ ഇത്രയ്ക്കൊക്കെ ആയോ എന്ന് വിചാരിച്ചൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. എന്താ ഇതിൻ്റെ കാര്യം എന്നറിയാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല. ഊണ് കഴിക്കാനിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി, എല്ലാവർക്കും കൃഷ്ണനെ കാണണം. അപ്പോൾ കൃഷ്ണൻ നടുവിലിരുന്നു, എല്ലാവരും വട്ടത്തിലിരുന്നു. അപ്പോൾ കൃഷ്ണൻ അവിടെ എല്ലാവരും തമാശ പറയുന്നു, കളിക്കുന്നു. ഓരോരുത്തരും ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കുന്നു. ഭഗവാനിവിടെ നമ്മൾ നദ്യം ഭഗവാൻ സമർപ്പിക്കുമ്പോൾ യജ്ഞങ്ങളിലൊക്കെ ഭഗവാൻ എത്ര വൃത്തിയോടുകൂടിയും എത്ര ഇതോടുകൂടിയാണ് ഭഗവാനെ നമ്മൾ യജിക്കുന്നത്. ആ ഭഗവാൻ ഇവിടെ ഈ കുട്ടികളുടെ കൂടെ അവരുടെ ചോറും ഉണ്ട്, അവരുടെ കയ്യിലിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്, ഭഗവാൻ ഇവിടെ ഇരിക്കണു. ഇതെന്താ ഇത്? അതാണ് ബ്രഹ്മാവിന് തോന്നിയത്. ഇത് ഇപ്പോഴൊരു സമയം. അപ്പോൾ ആ പശുക്കുട്ടികളെയൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ കുട്ടികൾ വരട്ടെന്ന് നോക്കി കഴിയുമ്പോൾ പശുക്കുട്ടികളൊന്നും അവിടെ ഇല്ല. അപ്പോൾ നോക്കുമ്പോഴെന്താണ്, ഭഗവാൻ പറഞ്ഞു നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമോ. കൃഷ്ണൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം, നിങ്ങളവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ കയ്യിലിരുന്ന ഉരുളയുമായിട്ട്, ഇടത്ത കയ്യിൽ ഉരുളയുണ്ട്, കുറേശ്ശെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്നപ്പോൾ പശുക്കുട്ടികളെ കണ്ടില്ല. അവിടെയൊക്കെ നോക്കി. ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് എങ്കിലും തിരിച്ച് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഗോപക്കുട്ടികളെയും മറച്ചു കളഞ്ഞു. എന്നപ്പോൾ ഗോപക്കുട്ടികളുമില്ല. ഭഗവാൻ വിവരം മനസ്സിലായി, ബ്രഹ്മാവിൻ്റെ ഇതാണ് എന്ന് മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാ ഗോപക്കുട്ടികളും എല്ലാ പശുക്കുട്ടികളും ഭഗവാൻ തന്നെയായി. ഏതൊക്കെ പശുക്കുട്ടികൾ എങ്ങനെ ഇരുന്നുവോ അതേപോലെ ഭഗവാനായി തീർന്നു. ഗോപൻ എങ്ങനെ ഇരുന്നുവോ ആ ഗോപനായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ആയിട്ട് എല്ലാം ഭഗവാന്മാരായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ അന്ന് വീട്ടിലേക്ക് അവരുടെ വീടുകളിലൊക്കെ ചെല്ലുന്നതല്ല, എല്ലാം ഭഗവാന്മാർ തന്നെ. അപ്പോൾ അന്ന് വൈകുന്നേരം കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ ഈ പശുക്കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ പശുക്കൾക്ക് വലിയ സന്തോഷം. എന്താ, വരുന്ന ആളാരാണ്? വരുന്ന ഭഗവാൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു സ്നേഹം, എന്തോ ഒരു പ്രത്യേക സ്നേഹം. അതുപോലെ ഗോപക്കുട്ടികൾ അവരുടെ വീടുകൾ ചെല്ലുമ്പോൾ അവരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഭയങ്കര ഒരു സ്നേഹം, അടുപ്പം തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസമല്ല, ഒരു വർഷം കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി എന്ന് പറയുന്നത് ഒരു വർഷമാണ്. അപ്പം അത്രയും കാലം ഈ കളികൾ നടന്നുകൊണ്ടിരുന്നു. ബ്രഹ്മാവ് തിരിച്ച് നോക്കി കഴിയുമ്പോഴാണ് അറിയണത്, ഒന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ പശുക്കുട്ടികൾ കാണാനുണ്ട്, വൃന്ദാവനത്തിലെ പശുക്കുട്ടികളെ കാണാനുണ്ട്, ഗോപന്മാരെയും കാണുന്നുണ്ട്. അപ്പം ഞാനിവിടെ കൊണ്ടുവച്ച മറച്ചവരോ അവരും അവിടെയുണ്ട്. അപ്പോൾ ഇതേതാ ശരി ഏതാ തെറ്റെന്ന് ബ്രഹ്മാവിന് മനസ്സിലാവണില്ല. ഇതേതാ ഒറിജിനലായിട്ടുള്ള ഞാൻ കൊണ്ടുവന്നത് ഏതാ, മറ്റേ അവിടെ നിൽക്കുന്നതാണോ ശരി ഇവിടെ നിൽക്കുന്നതാണോ ശരി എന്നിങ്ങനെ പരിഭ്രമിച്ചിരിക്കുമ്പോൾ ബ്രഹ്മാവ് നോക്കുമ്പോൾ അതെല്ലാം ഭഗവാൻ വിഷ്ണുമയായി, എല്ലാം വിഷ്ണുവായിട്ട് തീരുന്നു. അത് കണ്ടപ്പോഴാണ്
ബ്രഹ്മാവിന് ആകെ പരിഭ്രമായി. അയ്യോ, ഇത് കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ് കേട്ടോ. ബ്രഹ്മാവിന് ആ ബോധം വന്നു, ഇത് മഹാവിഷ്ണു ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ പരീക്ഷിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളത് തോന്നി. അങ്ങനെ ബ്രഹ്മാവ് വന്ന് ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാന്റെ ആ കിരീടം താഴെ ഭഗവാന്റെ കാലിൽ തൊട്ടുകൊണ്ട് അവിടെ ഉരുണ്ട് കിടന്ന് നമസ്കരിച്ച് ബ്രഹ്മാവ്. എന്നിട്ട് ഭഗവാനൊരു വലിയ സ്തുതിയുണ്ട്, ബ്രഹ്മസ്തുതി എന്ന് പറഞ്ഞ ഭാഗവതത്തിൽ. ആ സ്തുതിയൊക്കെ അങ്ങോട്ട് സ്തുതിച്ച് ബ്രഹ്മാവ് എനിക്കിങ്ങനെ ഒന്നും പറ്റിയതിൽ വളരെ സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ഭഗവാൻ അങ്ങനെ ആ ബ്രഹ്മാവിനെ ജയിച്ചൊരു കഥയുണ്ട്. അതാണ് ബ്രഹ്മമോഹനം എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം കഥകൾ നമുക്ക് പറയാനുണ്ട് ഭഗവാന്റെ. അതുപോലെയുള്ളൊരു അഘാസുരനെ കൊന്നത്. ഈ അസുരന്മാരെ കൊല്ലുന്ന എന്താണ്? കംസനെ അയക്കുന്ന ആ വർഗത്തെ മുഴുവനും നശിപ്പിക്കണം. അതിന് കംസനെ ഓരോരുത്തരെ അയച്ചാൽ ഇപ്പം പലരും നശിച്ചു കഴിഞ്ഞു. അങ്ങനെ അവരെ മുഴുവനും നശിപ്പിക്കുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെയാണ് നാം താമസിക്കുന്ന സ്ഥലത്താണല്ലോ, ഗോവന്മാരുടെ കൂടെ താമസിക്കുമ്പോൾ അവരെയൊക്കെ ഭഗവാൻ ആരാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അവർക്ക് ആ ഭഗവാന്റെ ബ്രഹ്മതത്വം അവർക്കും അറിയണം. അവർക്കും ആ സുഖം ആസ്വദിക്കുന്ന പോലെ തന്നെ അവർക്കും ഭഗവാനോടുള്ള അടുപ്പം കൊണ്ട് അവർക്കും ക്രമേണ ആ ഭക്തി ഉണ്ടാവണം, ഭഗവാനെ മനസ്സിലാവണം എന്നുള്ളതാണ് ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കാളിയൻ കിടക്കുന്ന കാളിയന്തി നദിയിൽ കാളിൻ്റെ വിഷം കൊണ്ട് കാളിന്തി നദി മലിനമായി. അവിടെ പശുക്കുട്ടികളൊക്കെ വെള്ളം കുടിച്ച് ചാവുന്നു എന്ന് പറയുന്നു. അതിൻ്റെ മുകളിൽ കൂടി പറഞ്ഞ പക്ഷികൾ പോലും വിഷമേറ്റ് ചാവുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഭഗവാൻ കാളിയനെ കൊല്ലാൻ വേണ്ടി ഇത് പറഞ്ഞു കൊടുക്കാൻ. കാളിയമർദ്ദനമാണ്. കാളിയൻ്റെ അഹങ്കാരം. സർപ്പങ്ങൾ അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ അഹങ്കാരം ഇല്ലാതാക്കുക. ഇപ്പം മനുഷ്യനുകൊണ്ട് അഹങ്കാരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാളിയൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെയ്തത്. അപ്പോൾ കാളിയൻ കിടക്കുന്ന ആ കയത്തിൻ്റെ ആ അടുത്ത ഭാഗത്തേക്ക് ഭഗവാൻ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവാൻ അതിലേക്ക് കാളിയന്തി നദിയിലേക്ക് വീഴുന്നു. അങ്ങനെ കാളിയൻ തലപൊക്കി ഓടി വരുന്നു, ഭഗവാനെ കാണുന്നു, ചുറ്റി വരിയാൻ നോക്കുന്നു. ഭഗവാൻ അതിലൊക്കെ രക്ഷപ്പെട്ട് ഭഗവാൻ തലയിൽ കയറി ആ പടങ്ങളിലൊക്കെ കൂടി ചവിട്ടി ഭഗവാൻ അവനെ കുടക്കുഴലം പിടിച്ചുകൊണ്ട് ഭഗവാൻ നർത്തനം ചെയ്യുകയാണ് അവിടെ. അങ്ങനെ ഭഗവാനെ നർത്തനം വെച്ചാൽ ഓരോ ചവിട്ട് ഭയങ്കര ഇടിക്കുന്ന പോലെയുള്ള വേദനയാണ്. അങ്ങനെ അവസാനം കാളിയൻ്റെ രക്തം ഛർദ്ദിച്ച് കാളിയൻ മോശനായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അപ്പോൾ ഇത് കണ്ടിട്ട് ഗോപന്മാരും മറ്റുള്ള എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. നന്ദഗോപരും യശോദയും ഗോപികമാരും എല്ലാവരും ഓടിയെത്തുന്നു, ബലരാമനും എത്തുന്നു. എല്ലാവരും കണ്ട്. പക്ഷെ ബലരാമൻ അറിയാം ഇത് കൃഷ്ണൻ കുഴപ്പമില്ലയെന്നറിയാം. അവരെ സമാധാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഭഗവാൻ ആ സമയത്ത് ആ നാഗപത്നികൾ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നൊരു വലിയൊരു സ്തുതിയൊക്കെ ഉണ്ട്. ആ പത്നികൾ സ്തുതിക്കുന്ന കേട്ടപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ വർഗം തന്നെ അഹങ്കാരികളാണ്, പിന്നെ ഈ കാളിയൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പോൾ അങ്ങ് രക്ഷിക്കണേ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ജന്മനാ ഉള്ള കുറച്ച് കുഴപ്പമുണ്ട്, പിന്നെ അതോടുകൂടി ഞങ്ങളുടെ അഹങ്കാരം ശമിപ്പിക്കുന്ന ഞങ്ങൾക്ക് അഭയം തരണേ എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ കാളിയനെ രക്ഷപ്പെട്ടു. അവിടുന്ന് പോകാൻ പറഞ്ഞു. രമണകം എന്ന് പറഞ്ഞ് ദ്വീപിൽ പോയി താമസിക്കാൻ പറഞ്ഞുള്ള ആ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഭഗവാൻ നോക്കിയത് എന്താണ്? കാളിന്തി നദി ശുദ്ധമാകണം. കാളിന്തി നദി എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സ്ഥലമാണത്. ശുദ്ധമായിരിക്കാൻ വേണ്ടി ഭഗവാന് കാളിയനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെയുള്ള ആ കാളിയമർദ്ദനത്തെക്കുറിച്ച്. പിന്നൊന്നാണ് ഗോവർദ്ധനോദ്ധാരണം എന്നൊക്കെ പറയുന്നത്. ഗോവർദ്ധനം ഭഗവാൻ ഉദ്ധരിച്ചു. അതോടെയാണ് എന്താണ്? ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. ഇന്ദ്രൻ യാഗം ചെയ്യുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. ശരിയാണ്, ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മഴ സമയത്ത് പെയ്യുള്ളൂ. അതൊക്കെ ശരിയാണ്, അതിനൊക്കെ ദേവതകളുണ്ട്. പക്ഷേ ഇവിടെ നന്ദഗോപുരം അതിന് ഒരുക്ക് കൂട്ടുമ്പോൾ ഭഗവാൻ വേറെ സൂത്രത്തിൽ കൂടി പറഞ്ഞു, അത് മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രനാണെന്ന് ആരാ അച്ഛനോട് പറഞ്ഞത്? മഴ പെയ്യ്ക്കുന്നത് നമ്മുടെ ഗോവർദ്ധന പർവ്വതമല്ലേ? അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതത്തെ അല്ല നമുക്ക് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിനോട് പൂജിക്കാനുള്ള അതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഗോവർദ്ധന ഈ ഇന്ദ്രന് പൂജ ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ എടുത്ത് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാവരും വരണം, ഗോവർദ്ധനപുരത്തെ പ്രദക്ഷിണം വയ്ക്കണം, വേണ്ട നേദ്യങ്ങളൊക്കെ സമർപ്പിക്കണം, എന്നിട്ട് ഗോവർദ്ധനത്തെ പൂജിക്കണം. തീർച്ചയാണ് ഗോവർദ്ധനപർവ്വം നമ്മളെ അനുഗ്രഹിക്കും, തീർച്ചയാണ്. പൂജിച്ചാൽ അനുഗ്രഹിക്കാതിരിക്കില്ല, ഇന്ദ്രനെ അനുഗ്രഹിക്കില്ല ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇന്ദ്രനെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ ഗോവർദ്ധനപർവ്വം അനുഗ്രഹിക്കും, നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അതിനൊക്കെയുള്ള തയ്യാറായി. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ പൂജയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ തന്നെ അവിടെ ഇതായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ നേദ്യങ്ങളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ഗോവർദ്ധനപർവ്വം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷപൂർവ്വം ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചുപോയി. അപ്പോൾ ഇന്ദ്രയാഗം മുടക്കി ഗോവർദ്ധനപർവ്വത്തെ പൂജിക്കുകയും ചെയ്തു. അപ്പോൾ ഇതറിഞ്ഞ ഇന്ദ്രന് ഭഗവാൻ അവിടെ വല്ലാത്ത ഒരു ഭയങ്കര മഴ തുടങ്ങി. വലിയ മഴ മേഘങ്ങളോട് വരാൻ പറഞ്ഞു. ഘോരമായ മഴ 7 ദിവസം അങ്ങനെ പെയ്യിച്ചു. അപ്പോൾ ഇവരെല്ലാവരും അന്നേ വിചാരിച്ചു ഇന്ദ്രൻ കോപിച്ചുവല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിപ്പം കണ്ടില്ലേ കൃഷ്ണൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, ഗോവർദ്ധനപർവ്വത്തെ നമ്മൾ പൂജിച്ചിട്ടില്ലേ, ഗോവർദ്ധനപർവ്വം നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോളൂ, എത്ര വലിയ മഴയുണ്ടെങ്കിലും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഗോവർദ്ധനപർവ്വത്തെ ഒരു വിരലിൽ ഭഗവാൻ പൊക്കി നിർത്തി. അതിൻ്റെ താഴെ എല്ലാവരും സുഖമായിട്ട് എല്ലാവരും അവിടെ നിന്നു. 7 ദിവസം പോയത് അവരറിഞ്ഞില്ല. കൃഷ്ണൻ വെറുതെ ഒരു എന്താ പറയുക, വെറുതെ നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്ക് വർത്തമാനം പറയുന്നു, കളിക്കുന്നു, മറ്റെല്ലാം സുഖമായിട്ട് അവിടെ ഭഗവാന്റെ കൂടെ എല്ലാവർക്കും 7 ദിവസം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അങ്ങനെയൊരു ഇതുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴമേഘങ്ങളൊക്കെ തീർന്നപ്പോൾ ഇന്ദ്രന് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായത് തൻ്റെ തെറ്റ്. ഇന്ദ്രൻ വേഗം വന്ന് ഭഗവാനെ നമസ്കരിച്ച് ക്ഷമയൊക്കെ ചോദിക്കുന്നു. മറ്റേ ഭഗവാന് പാലാഭിഷേകം ചെയ്യാൻ സുരഭിയെയും കൊണ്ടുവന്നു. അങ്ങനെ പാലാഭിഷേകം ചെയ്ത് ഗോവിന്ദനാമം ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന് പറഞ്ഞ് ഭഗവാന് പാലാഭിഷേകം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഭഗവാന് ഗോവിന്ദൻ എന്നുള്ള പേരങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകരുതെന്നൊക്കെയുള്ള ഉപദേശമൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരം നിർത്തി. ഇങ്ങനെ ഇന്ദ്രൻ്റെ ഇനിയിപ്പം ഭഗവാൻ കാട്ടുതീയെ വിഴുങ്ങുന്നൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ വന്യെ ജയിക്കുന്നു, പിന്നെ യമനെ ജയിക്കുന്നു. എവിടെയാണ് ഭഗവാന്റെ സാന്ദീപനി മഹർഷിയുടെ പുത്രനെ ഭഗവാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഭഗവാൻ ഗുരുദക്ഷിണയായിട്ട് ചോദിക്കുന്നത് മരിച്ചുപോയ കുട്ടിയെ കിട്ടണം എന്നാണ് പത്നി പറയണത്. അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ യമലോകത്തിൽ ചെന്നു. അവിടുന്ന് ആ മരിച്ച കുട്ടിയെ ജീവിപ്പിച്ച് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യമനെ ജയിക്കുന്നു ഭഗവാൻ. അപ്പോൾ ഇങ്ങനെ വരുണനെ ജയിക്കുന്നു, രമനെ ജയിക്കുന്നു. ഇങ്ങനെ ഓരോ എല്ലാ ദേവതമാരെയും ജയിക്കാനുള്ള ശക്തി ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഇവിടെ നാരായണീയത്തിലും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ഭഗവാന്റെ ആ യോഗമായയുടെ ശക്തി കൊണ്ട് ഭഗവാൻ ചെയ്യുന്നതാണ്. ഇതോടുകൂടിയാണ് ഗോപികമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ അടുപ്പത്തിനെ രാസക്രീഡ കൊണ്ട് ഭഗവാൻ അവരെ സമാധാനിപ്പിക്കുകയാണ്. രാസലീല എന്ന് പറയുന്നത് ജീവാത്മാവാണ്. നമ്മളൊക്കെ ജീവാത്മാക്കളാണ്. ഭഗവാൻ പരമാത്മാവാണ്. ഭഗവാനോടുള്ള ഐക്യത്തിനാണ്, ജീവാത്മാ പരമാത്മാ ബന്ധത്തിനാണ് നമ്മൾ പറയുന്നത്. ആ ഐക്യമാണ് നമുക്ക് മുക്തി എന്ന് പറയുന്നത്, സുഖം തരുന്നത്. രാസലീല അതിനെയാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്കുള്ള അഹങ്കാരം പോകണം. അതിനാണ് ആ ഗോപികളുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു കാർത്യായനി പൂജ ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഭഗവാൻ എടുത്തു മാറ്റി എന്നൊക്കെയുള്ള കഥകൾ അതങ്ങനെയാണ്. പിന്നെ വേണുഗാനം കൊണ്ട് ഭഗവാൻ അവരെ അടുപ്പത്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭഗവാൻ അവരെ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അവർക്ക് അഹങ്കാരം വന്നപ്പോൾ മാറി നിന്നു. അതിനുശേഷം അവർ ഭഗവാനെ തെരഞ്ഞ് നടന്നു. ഒരു ഭഗവാനെ അന്വേഷിച്ച് പോകുന്ന ഒരു ആൾക്ക്
ഭഗവാൻ കുറച്ച് മാറി നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ വിരഹം വരുമ്പോഴാണ് കൂടുതൽ അടുപ്പം വരിക. അപ്പോൾ അങ്ങനെ ഗോപികമാർക്കും ഭഗവാൻ അങ്ങനെ ഒരു അകന്ന് നിന്ന് ഭഗവാനൊരു ഇത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് രാസക്രീഡ നടത്തുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭഗവാന് മറ്റേ മധുരയിലേക്ക് പോകേണ്ട അക്രൂരൻ്റെ വരവാണ്. അപ്പോൾ അക്രൂരൻ വന്ന് ഭഗവാനെയും കൊണ്ട് പോകുന്നു. അങ്ങനെ കംസനെ വധിക്കുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ജരാസന്ധവധം. ഇങ്ങനെ ധാരാളം വധങ്ങളുണ്ട്. അതിനുശേഷം ഭഗവാന്റെ വിവാഹങ്ങൾ, രുക്മിണി സ്വയംവരം, ഇങ്ങനെ ഓരോരോ ഭഗവാന്റെ ഓരോ മധുരയിൽ നിന്ന് പിന്നെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നു. ഭഗവാന്റെ 16,008 ഭാര്യമാർ അവിടെ ഉണ്ടാവുന്നു. രുക്മിണി ദേവിയെ കൂടാതെ മറ്റ് 7 മഹിഷി ഭാര്യമാർ, 16,000 പേര് നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ കിടന്ന സ്ത്രീകൾ. ഇവരൊക്കെ ഭഗവാൻ ആരെങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നുവോ, എന്താഗ്രഹിക്കുന്നു, ഭഗവാൻ ആരെയും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ആഗ്രഹിച്ചിട്ട് എന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നിടത്താണ് ഭഗവാൻ പോയി സ്വീകരിക്കുന്നത്. ഭഗവാൻ ഒന്നിനോടും പ്രത്യേകിച്ച് സംഘമില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയധികം 16,008 ഭാര്യമാരെ ഒന്നിച്ച് കൊണ്ട് നടക്കാൻ ഭഗവാന് കഴിയുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു രൂപമല്ല, പരമാത്മാവ് തന്നെയാണ് എന്ന് അങ്ങനെയുള്ള ധാരാളം കഥകളിലൂടെ 90-ാം അധ്യായം കഴിയുമ്പോൾ പിന്നെ തത്വജ്ഞാനങ്ങൾ തന്നെയാണ്. തത്വജ്ഞാനത്തിൽ 2 തരത്തിലുള്ള തത്വജ്ഞാനങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് വസുദേവരും നാരദരും കൂടെയുള്ള സംവാദമായിട്ട് ഭാഗവത ധർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതുണ്ട്. പിന്നെ മറ്റൊന്ന് കൃഷ്ണനല്ല യദു ചക്രവർത്തിയും അവധൂതനും കൂടെയുള്ളൊരു സംവാദ രൂപത്തിലുണ്ട്. അതാണ് ഉദ്ധവരും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെയുള്ളൊരു സംവാദമായിട്ട് അതും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ തത്വജ്ഞാനങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ നാരായണീയത്തിൽ ഭഗവാന്റെ സ്വധാമം ഗമനത്തെക്കുറിച്ച് പറയുന്നില്ല. ഭഗവാൻ ജീവൻ ത്യജിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. അവിടെ ആകപ്പാടെ ഇത് പറഞ്ഞ് നിർത്തുകയാണ്. ഭഗവാൻ എല്ലാവരെയും ജയിച്ച് നിൽക്കുന്ന ഭഗവാനെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ കൃഷ്ണാവതാരമാണ് ഏതുകൊണ്ടും പൂർണ്ണാവതാരം എന്ന് തെളിയിച്ചുകൊണ്ട് ഭഗവാന്റെ കഥ അവസാനിപ്പിക്കുകയാണ്. പിന്നെയാണ് തത്വജ്ഞാനോപദേശമായിട്ട് 90 തൊട്ടുള്ള അധ്യായങ്ങൾ. അങ്ങനെ 98 ആകുമ്പോഴേക്കും നിഷ്കള ബ്രഹ്മ രൂപം ഉള്ള ഭഗവാനെ സ്തുതി. പിന്നെയുള്ളതാണ് വേദസ്തുതി. അങ്ങനെ 2 സ്തുതികൾ. പിന്നെ 100-ാം അധ്യായം ആകുമ്പോഴത്തേക്കും ഭഗവാന്റെ ഭഗവത് ദർശനം കിട്ടുകയാണ് ഭട്ടതിരിപ്പാടിന്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഭഗവാനെ നിർഗുണനായ നിഷ്കളനായ ഭഗവാനെ, ബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ അവതാരങ്ങളിലൂടെ ഭഗവാന്റെ രൂപത്തിലൂടെ ഭജിച്ച് ധാരാളം അവതാര കഥകളും ഭഗവാന്റെ മഹിമകളും ഭഗവാനെ പറ്റിയുള്ള ഭഗവാന്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ചിട്ടുള്ള സ്തുതികളും ഇതിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സ് ശുദ്ധമാകുമ്പോൾ, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ ഭഗവത് രൂപം അവിടെ ഒരുക്കുള്ളൂ. അപ്പോൾ കൃഷ്ണാവതാരത്തിൽ വരുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് ഏതാണ്ടൊക്കെ ശുദ്ധമായി കഴിഞ്ഞിട്ടാണ് കൃഷ്ണാവതാരം പറയുന്നത്. കൃഷ്ണൻ്റെ ലീലകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ നവമസ്കന്ധം വരെയുള്ള, അതായത് 36 വരെയുള്ള അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു കുറച്ച് ശാന്തമാക്കിയിട്ട് കൃഷ്ണനെ പറ്റി അറിയാനുള്ളൊരു യോഗ്യത നമുക്ക് വരികയുള്ളൂ. യോഗമായയും ഭഗവാനും കൂടെയുള്ള കളിയാണിതൊക്കെ എന്നുള്ളത് അറിയണമെങ്കിൽ ഇതിലേക്ക് വരണം. അത് കൃഷ്ണൻ്റെ കഥകളങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാടിങ്ങനെ 99 ദശകം കഴിഞ്ഞ് 100-ാം ദശകമാകുമ്പോഴത്തേക്കും അവിടെ അദ്ദേഹം മനസ്സിൽ കരുതിയ പോലെയുള്ള രൂപം കശാദിപാദം വർണ്ണിക്കുന്നൊരു ദശകമാണ് 100-ാം ദശകം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി? ഭഗവത് ദർശനം കിട്ടി. ഭഗവത് ദർശനം നമ്മളെങ്ങനെയാണ് ഭഗവാനെ എങ്ങനെ നമ്മുടെ രൂപം ധ്യാനിക്കുന്നുവോ ആ രൂപം നമ്മുടെ മനസ്സിലുറയ്ക്കും. അങ്ങനെ ഉറച്ചുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പം നോക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ മനസ്സിലുള്ളതായിട്ട് തോന്നും. അപ്പോൾ ഇത്രയധികം കഥകളും സ്തുതികളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആ രൂപമാണ്
യശാദിപാദ വർണ്ണനയായിട്ട് 100-ാം ദശകത്തിൽ. അപ്പോൾ 100-ാം ദശകത്തിൽ ഭഗവത് ദർശനം കിട്ടി, രോഗമുക്തിയുണ്ടായി, ആയുരാരോഗ്യ സൗഖ്യം ഭഗവാന് അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെന്താ, ഇത് നാരായണീയം വായിക്കുന്ന ആർക്കും ആയുരാരോഗ്യ സൗഖ്യം കിട്ടുമെന്നുള്ള ആ ഒരു എന്താ പറയുക, ഭഗവാൻ ഒരു അനുഗ്രഹവും കൂടി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ 100-ാം ദശകം എന്തായാലും ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് സമർപ്പിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ കേശാദിപാദം ചൊല്ലാം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യേർവിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യ രത്നോത്തംസാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരശൃംനിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർദ്ധപുണ്ഡ്രാമപി ച സുലളിതാം ഫാലബാലേന്ദുവീഥിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ രാനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപങ്ക്തിസ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയപ്രദം വലയപ്രദാശോണവാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസുതനഖമയൂഖാങ്കുലീസംഗശാരം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥീം ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദിപ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലികിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസൽ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തദപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മിസ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഊരൂചാരൂതവോരൂഖനമസൃണരുചൗ ചിത്തചോരൗ രമായാ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്ത്യാന്നസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ചക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത്പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാം അങ്കുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം
നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരം അധികതരം തൽപ്രസാദായ ഭൂയാൽ ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ പട്ടതിരിപ്പാട് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം കേശാദിപാദം വർണ്ണിച്ചതുപോലെയുള്ള ഭഗവാന്റെ രൂപം കണ്ടു. അദ്ദേഹത്തിന് രോഗം മുക്തി നേടി. അദ്ദേഹത്തിന് ഭഗവാന്റെ പ്രസാദം, അനവധി പ്രസാദങ്ങളാണ് ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു കൊടുത്തത്. നമുക്കറിയാം, രോഗമുക്തി ഉണ്ടായി. നാരായണീയം എന്നുള്ള ആ ഭഗവാന്റെ സ്തുതിച്ചുള്ള കീർത്തനം ഭഗവാൻ അത് നമുക്കായിട്ട് തന്നിരിക്കുകയാണ്. ഈ നാരായണീയം വായിച്ചുകൊണ്ട് ഇതിലൂടെ എന്നെ ഭജിക്കൂ, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. ദ്വേധാ നാരായണീയം സുദിഷിഷ ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേരിതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ആയുരാരോഗ്യ സൗഖ്യത്തിന് ഈ നാരായണനെ പറ്റി നാരായണൻ എഴുതിയതാണ്. ഭഗവാൻ ആദിനാരായണനെക്കുറിച്ച് ഈ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ ഈ സ്തോത്രം, അതിൽ വേദങ്ങളെ കൊണ്ടും ഭഗവാന്റെ അവതാരങ്ങളെ കൊണ്ടുള്ള സ്തുതികളൊക്കെയുള്ളതാണത്. അത് നമുക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം തരും എന്ന് ഭഗവാനോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ നാരായണീയത്തെയാണ് നമ്മൾ എല്ലാവരും ഭഗവാനെ ഭജിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നാരായണീയം കൊണ്ട് എത്ര പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുള്ളതും എത്ര പേർക്ക് മനഃശാന്തി ഉണ്ടായിട്ടുള്ളതും എത്ര പേരാണ് ഭഗവാനെ ഭജിച്ച് സന്തോഷിച്ച് മനസ്സമാധാനത്തോടെ ഇരിക്കുന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. ഓരോരുത്തരും ഓരോ സന്ദർഭങ്ങളിലും ഗുരുവായൂരപ്പനെ ഓരോ ദശകങ്ങളും ഉണ്ട്. ചില ദശകങ്ങൾ ചൊല്ലിക്കൊണ്ട് ദിവസം പ്രാർത്ഥിക്കുന്നവരുണ്ട് രോഗം ശാന്തിക്കായിട്ട്. എല്ലാവരും അത് ഇത്ര മനോഹരമായ വൃത്തങ്ങളിൽ ഉള്ള ആ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ, ഓരോ ദശകങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അനുഭൂതി അത് ഭാഗവത്തിൽ കൂടി നമുക്ക് കിട്ടാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ ഭാഗവതം എത്രയാണ്, ഈ 12 സ്കന്ധങ്ങളിലുള്ള ഭാഗവതം 10,000 ശ്ലോകങ്ങൾ വായിച്ചൊരു പ്രാവശ്യം എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതും ഇടവിട്ട് പലരുമ്പോൾ നമുക്ക് ഇത് ഒരേ വഴിക്ക് അതിനനുസരിച്ചുള്ള വൃത്തത്തിൽ ഇത്രയും എന്താ പറയുക മാധുര്യമേറിയ ഒരു ഭക്തികാവ്യം വേറെ ഒരിടത്തും ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ഭക്തിരസം ആ തുടക്കത്തിൽ മുതൽ അവസാനം വരെ ആ ഭക്തിയുടെ ഒരു നീണ്ട പ്രവാഹമാണ്. അദ്ദേഹം ഭഗവാനോട് ഭക്തി ചോദിച്ചു, ഭഗവാൻ ഭക്തി കൊടുത്തു. ആ ഭക്തി അങ്ങനെ ഒഴുകുകയാണ് ഗംഗാനദി പോലെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഒഴുകിയെത്തി അവിടെ സമർപ്പിച്ചു. ഭഗവാൻ ആ കൊടുത്ത നാരായണീയ നവനീതത്തെ ഭഗവാൻ ഇഷ്ടം പോലെ ആസ്വദിച്ചു. അത് നമുക്കായിട്ട് തരികയും ചെയ്തു. അങ്ങനെയുള്ളൊരു പുണ്യഗ്രന്ഥമാണ് ഭാഗവത സാരമായിട്ടുള്ള ഈ നാരായണീയം. അത് നമുക്ക് എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിരിക്കണം. ഇനി വായിച്ചാലും മതിയാവില്ല. നമ്മളെന്നും ഓരോ ദിവസവും വായിക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക്. അങ്ങനെയുള്ള ആ നാരായണീയത്തെയും നാരായണീയ കർത്താവിനെയും ശ്രീ ഗുരുവായൂരപ്പനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അനുഗ്രഹം ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പുസ്തകം എഴുതിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാനത് എനിക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. അത് നോക്കി ഭാഗവതം നോക്കി ഞാനിങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടവണ്ണം ഒരു ഭാഷണം നടത്താനോ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. എങ്കിലും ഞാൻ ഭഗവാൻ എന്നെ ഇവിടെ വരുത്തി എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്നതിന് ഞാൻ ഭാഗവത സത്രസമിതിയോട്
നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ.